ഹായ് ഹലോ നമസ്കാരം. ഞാൻ സുനിത ദേവദാസ്. ഇന്നത്തെ നമ്മുടെ അതിഥി മിഥിലാജ് എം എ ആണ്. പൊതുവെ അറബ് സ്ത്രീകൾ ഇത് നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ നിന്നിട്ട് നോക്കുമ്പോഴുള്ള ഒരു തോന്നലാണ് അറബ്സിന് സ്വാതന്ത്ര്യം കുറച്ച് ഇത് കുറവാണെന്നുള്ളത്. ഫർദ എനിക്ക് എന്ന് തോന്നുന്നതാണോ? ഫർദ ഇടുന്നോണ്ട് അത് പർദ്ദ തോന്നുന്നു. കാണുമ്പോൾ തോന്നുന്നതാണ്. അത് ആക്ച്വലി പലപ്പോഴും വസ്ത്രം കണ്ടിട്ട് ആൾക്കാരെ വിലയിരുത്തുന്നതാണ്. ഭൂട്ടാനില് ആൺപിള്ളേരും പെൺപിള്ളേരും എല്ലാം കൈ പിടിച്ച് കോർത്ത് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഒക്കെ നടക്കും. ഗൾഫിൽ പോയാൽ അങ്ങനെ ചെയ്യരുതെന്ന് പഠിപ്പിക്കും എന്നൊക്കെ. അപ്പൊ ഞാൻ ഞെട്ടോ, നമ്മുടെ നാട്ടിൽ അത് പറ്റത്തില്ല. ജീവിതം, യാത്ര, രാഷ്ട്രീയം, ഭക്ഷണം എന്നിവയെക്കുറിച്ചൊക്കെയുള്ള ഫേസ്ബുക്കിലെ ചെറിയ കുറിപ്പുകളിലൂടെയാണ് മിഥിലാജ് എം.എയെ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ ബഹളങ്ങൾക്കിടയിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചെറിയ ശബ്ദങ്ങളെ ആംപ്ലിഫൈ ചെയ്ത് താൻ എഴുതുന്ന വിഷയത്തെക്കുറിച്ച് ഒരു വലിയ പുതിയ വെളിച്ചം തരുന്ന രീതിയിലാണ് അദ്ദേഹം എഴുതുന്നത്. ഈ സ്കിൽ എവിടെ നിന്നായിരിക്കും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവുക എന്ന് ആലോചിച്ചപ്പോഴാണ് മിഥിലാജിന്റെ ജീവിതത്തിൽ തന്നെ അതിനൊരു ഉത്തരമുണ്ടെന്ന് കണ്ടെത്തുന്നത്. ഒരു സാധാരണ സെയിൽസ്മാൻ ആയിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. 28 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് 39 രാജ്യങ്ങളിലെ പൗരന്മാർ ഉൾപ്പെടുന്ന 3000 തൊഴിലാളികളുടെ മേൽനോട്ടം വഹിക്കുന്ന ഗൾഫ് മേഖലയിലെ 70 അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ കച്ചവട തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു ബഹുരാഷ്ട്ര കമ്പനിയുടെ ഖത്തർ മേധാവിയാണ് മിഥിലാജ്. തന്റെ ജീവിതാനുഭവത്തിന്റെ വലിയ ക്യാൻവാസിലെ അനുഭവങ്ങളും ഉൾക്കാഴ്ചകളുമാണ് പലപ്പോഴും ചെറിയ കുറിപ്പുകളിലൂടെയും കുഞ്ഞു സംസാരങ്ങളിലൂടെയും ഒക്കെ അദ്ദേഹം പ്രതിഫലിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മൂല്യമുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ എനിക്ക് സന്തോഷവുമുണ്ട്. ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ഒരു സഞ്ചരിക്കുന്ന മനുഷ്യരൂപമാണോ എന്റെ മുന്നിൽ ഇരിക്കുന്നത്? താങ്ക് യു. യൂട്യൂബേഴ്സ് ഒക്കെ ഇപ്പോ റോഡിൽ ഇറങ്ങിയ ആളുകളെ, നടന്നു പോകുന്ന ആളുകളെ പിടിച്ചു നിർത്തിയിട്ട് ഇട്ടിരിക്കുന്ന ഉടുപ്പിന്റെ വില എത്ര, കണ്ണടയുടെ വില എത്ര എന്നൊക്കെ ചോദിക്കുന്ന ഒരു തമാശ വീഡിയോകൾ എപ്പോഴും കാണാറുണ്ട് ആളുകളെ കുറിച്ച്. അപ്പൊ ഞാൻ ഇന്ന് മിഥിലാജിനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ഇപ്പൊ ഇങ്ങനെ ബ്രാൻഡഡ് ബഹുരാഷ്ട്ര കമ്പനികളുടെയൊക്കെ സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ആളാണോ ഇതിൽ വർക്ക് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. ഏറ്റവും വളരെ ലളിതമായിട്ട് ജീവിക്കുന്ന, നാട്ടിൽ പോയാൽ ഇപ്പോഴും കഴിയുമ്പോഴെല്ലാം KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന ബ്രാൻഡ് തന്നെ ധരിക്കണം, അല്ലെങ്കിൽ ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ധരിക്കണം. അല്ലെങ്കിൽ ഈയിടയ്ക്ക് ഒരു സിനിമയിൽ കാണുന്നുണ്ടായിരുന്നു, ഈ അഡിയോസ് അമിഗോസ്, ഈ ഈ ഈ ഗ്ലാസിന് 60,000 രൂപയാണ് വില എന്നൊക്കെ. അങ്ങനെ ഞാൻ ധരിക്കാറില്ല. ഈ സ്റ്റാർബക്സ് അങ്ങനത്തെയൊക്കെ ബ്രാൻഡുകൾ എടുക്കുകയാണെങ്കിൽ മക്ഡൊണാൾഡ്, ഏത് സാധനം എടുത്താലും KFC ഒക്കെ, ഇപ്പൊ ഞാൻ ജീവിക്കുന്ന കാനഡയിലായതുകൊണ്ടും ഇവിടെ കാനഡയിലെ, യൂറോപ്പിലെ, അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഇതൊരു സാധാരണക്കാരുടെ ഭക്ഷണമാണ്. ഇവിടെ അത് വലിയ വില കൂടിയ ഒരു സാധനമല്ല. പക്ഷെ ഇന്ത്യയിൽ വരുമ്പോഴേക്കും ഇത് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. എന്താണ് ആ വ്യത്യാസം? സാധാരണഗതിയിൽ സ്റ്റാർബക്സിന്റെ വില ഇന്ത്യയിലും ഗൾഫിലും കാനഡയിലും ഒക്കെ ഏകദേശം ഒന്നാണ്. ഇന്ത്യയിൽ ഒരു കപ്പ് കോഫിക്ക് 300 രൂപയാണെങ്കിൽ അത് ഖത്തറിൽ അല്ലെങ്കിൽ ദുബായിൽ 15 റിയാലൊക്കെയാണ്. ഏകദേശം ഒരേ പ്രൈസിലാണ് വരുന്നത്. സ്റ്റാർബക്സിന്റെ പ്രോഡക്റ്റ് എല്ലാ രാജ്യങ്ങളിലും ഒരേ പ്രോഡക്റ്റ് ആണല്ലോ വരുന്നത്. ഒരേ സോഴ്സ്ഡ് ഒരേ കോഫിയാണ് വരുന്നത്. മറ്റു കാര്യങ്ങളിലുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ പ്രൈസ് വൈസ് സ്റ്റാർബക്സ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അല്ല, സ്റ്റാർബക്സിന്റെ പക്ഷെ ബിസിനസ് മോഡൽ. കാനഡയില് എല്ലാ വിഭാഗം ആളുകൾക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ അത് പറ്റില്ലല്ലോ. അപ്പോ നമ്മളുടെ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിലെ ആളുകൾ ഇത് ഉപയോഗിക്കേണ്ട എന്നാണ് അവർ കരുതുന്നത്. അവരുടെ എങ്ങനെയാ ഈ പ്രോഡക്റ്റിനെ ഡിസൈൻ ഒരിക്കലല്ല. കാനഡയിലെ പൊതുവെ ലിവിങ് സ്റ്റാൻഡേർഡ് ഹൈ ആണ്. കാനഡയിലെ ഭൂരിപക്ഷം ആൾക്കാർക്കും എല്ലാ സാധനങ്ങളും അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇന്ത്യയിൽ പല ക്ലാസ് ഓഫ് ആൾക്കാരുണ്ട്. ആ ഒരു വ്യത്യാസം തന്നെ ആയിരിക്കും അവിടെ വരുന്നത്. അത് സാമൂഹികമായിട്ടുള്ള ഇന്ത്യയും കാനഡയും തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ വരുന്നത്. അത് ബ്രാൻഡിൽ വരുന്ന വ്യത്യാസമല്ല. പക്ഷെ സാറയൊക്കെ ആണെങ്കിൽ കാനഡയിലും അത് കുറച്ച് വില കൂടിയ ബ്രാൻഡ് തന്നെയാണ്. ഇന്ത്യയിൽ അപ്പൊ തീരെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത, പക്ഷെ ചില കാര്യങ്ങളിൽ മാത്രമേ എനിക്ക് ഇത് തോന്നിയില്ല. ഇപ്പൊ KFC പാവപ്പെട്ടവന്റെ ഭക്ഷണമാണ് ഇവിടെ. അവിടെ ആവുമ്പോ അങ്ങനെയാ. KFC ആക്ച്വലി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പാവപ്പെട്ട ഭക്ഷണമാണ്. KFC കഴിക്കുന്നത് അങ്ങനെ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പാവപ്പെട്ടവരുടെ ഭക്ഷണം എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു ഫാസ്റ്റ് ഫുഡ് എന്നുള്ള ആയതുകൊണ്ടാണ് ഇത്ര പോപ്പുലർ ആയതും. അത് അതിന്റെ വാല്യൂ നോക്കിയിട്ടല്ല, അത് പെട്ടെന്ന് കിട്ടുന്നു എന്നുള്ളതും ഈസിലി അഫോർഡബിലിറ്റി അതിന്റെ ഒരു മെയിൻ ഇതാണ്. മക്ഡൊണാൾഡ്സിന്റെയും സക്സസ് വാല്യൂ അഫോർഡബിലിറ്റിയാണ്. സ്റ്റാർബക്സ് അതല്ല അതിന്റെ ഒരു മൂല്യം. എന്താണ് അപ്പൊ ബ്രാൻഡ് സ്റ്റാർബക്സ് വാല്യൂ ആക്ച്വലി എന്ന് പറയുന്നത്? പറയുന്നത്, എന്താ നമ്മള് ഒരു ബ്രാൻഡിന്റെ വാല്യൂ എന്താ? ബ്രാൻഡ് വാല്യൂ എന്താ? സ്റ്റാർബക്സിന്റെ ഒരു ബ്രാൻഡ് വാല്യൂ ആയിട്ട് അവർ പറയുന്നത്, വി ആർ ഇൻ പീപ്പിൾ ബിസിനസ് സെല്ലിംഗ് കോഫി എന്നാണ്. വി ആർ സെല്ലിംഗ് കോഫി എന്നുള്ളതല്ല അവരുടെ പ്രൈം. അവർക്ക് വേൾഡ് വൈഡ് 40,000-ലധികം ബ്രാഞ്ചുകളുണ്ട്. 40,000-ലധികം ബ്രാഞ്ചുകൾ അമേരിക്ക മുതൽ ചൈനയിലും ലോകരാജ്യങ്ങളിലെല്ലാം ഉണ്ട്. ഈയിടയ്ക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാള് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ്, അതെ അതെ, ഗിന്നസ് റെക്കോർഡിൽ കയറാനായിട്ട് ഒരു സ്റ്റാർബക്സ് കസ്റ്റമർ ശ്രമിക്കുന്നുണ്ട്. അതായത് ലോകത്തുള്ള എല്ലാ ബ്രാഞ്ചിലും
പോവുക എന്നുള്ളതാണ്. അയാൾ പറഞ്ഞ ഏറ്റവും വലിയൊരു വിഷയം, ഞാൻ ഒരു രാജ്യത്ത് പോയി അവിടുത്തെ എല്ലാ സ്റ്റാർബക്സും സന്ദർശിച്ച് തിരിച്ചു പോകുമ്പോഴത്തേക്ക് വീണ്ടും ആഴ്ചകൾക്കുള്ളിൽ അവിടെ പുതിയ ബ്രാഞ്ചുകൾ തുറക്കുകയാണ്. അതാണ് അയാൾ നേരിടുന്ന ഒരു പ്രശ്നം. അത്രയധികം സ്പീഡിൽ കൂടുതൽ ബ്രാഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു 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 ഇതാണ്, ബിസിനസ് എംപയറാണ് സ്റ്റാർബക്സ് എന്ന് പറയുന്നത്. ഏകദേശം 100 ബില്യണിൽ കൂടുതൽ ടേൺ ഓവർ ഉള്ള ഒരു ബിസിനസ് ഗ്രൂപ്പ്. ഈ ബ്രാൻഡുകളുടെ വാല്യൂ എന്താണ്? അപ്പോൾ എന്താണ് പൊതുവായിട്ട് നമ്മളൊരു ബ്രാൻഡ് വാല്യൂ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ കമ്പനികളാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളുടെ സർവീസുകളാണെന്ന് തോന്നുന്നു അല്ലെ, ബ്രാൻഡ് പ്രോഡക്റ്റുകളല്ല. ടാറ്റയൊക്കെ അല്ലേ ഇന്ത്യയുടെ ഏറ്റവും വിലയുള്ള ഒരു ബ്രാൻഡായി പറയുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രോഡക്റ്റ് ഇപ്പോൾ ഏതായിരിക്കും? അമൂലൊക്കെ ആയിരിക്കുമോ? അതിന്റെ വ്യത്യാസം എന്താണ്? ഇന്ത്യയുടെ ബ്രാൻഡ് വാല്യൂ എന്നുള്ളത് ഒന്ന് പ്രധാനമാണ്. ഇപ്പൊ നമ്മൾ ടാറ്റയുടെ കാര്യം പറഞ്ഞല്ലോ. ടാറ്റയാണ് സ്റ്റാർബക്സ് ഇന്ത്യയിൽ നടത്തുന്നത്. സ്റ്റാർബക്സ് ഇന്ത്യയുടെ ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്നത് ടാറ്റയാണ്. അപ്പൊ അത് ബ്രാൻഡ് വാല്യൂ കണ്ടിട്ട് ടാറ്റ നടത്തുന്നതാണ്. അവരുടെ ഒരു കസ്റ്റമേഴ്സിനെ ഉദ്ദേശിച്ചിട്ട്. ഏത് കമ്പനി നടത്തും എന്നുള്ളതല്ല, ആ പ്രോഡക്റ്റിന്റെ വാല്യൂസ്, പ്രോഡക്റ്റിന്റെ ഗുണങ്ങൾ. ഇപ്പൊ ഞങ്ങളുടെ ചില പ്രോഡക്റ്റ്, ഷാർലറ്റ് ടിൽബറി, ലേഡീസിന്റെ ഇടയിൽ വളരെ ഫേമസ് ആണ്, മേക്കപ്പ്. അവരുടെ പ്രോഡക്റ്റിന്റെ ഗുണമാണ്. അവരുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. അല്ലെ, മാക്കിന്റെ ലിപ്സ്റ്റിക്സ് വളരെ ഫേമസ് ആണ്. അപ്പൊ പ്രോഡക്റ്റിന്റെ ഗുണങ്ങൾ, അതാണ് അതിന്റെ ഒരു കീ വാല്യൂ ആക്ച്വലി. അതായിരിക്കും ഒരു സെല്ലിംഗ് പോയിന്റ്. H&M ഒരു വേൾഡ് ഫേമസ് ബ്രാൻഡാണ്. H&M ഹൈ ക്വാളിറ്റി, ലോ വാല്യൂ, അതാണ് അവരുടെ ഒരു വാല്യൂ. H&M ഒക്കെ പക്ഷെ ഇവിടെ അങ്ങനെ ഭയങ്കര ഒരു ബ്രാൻഡ് അല്ലല്ലോ. ഞാൻ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് H&M ഒന്നും ഒരു വലിയ ബ്രാൻഡായിട്ട് തോന്നുന്നില്ല. ഒരു സാധാരണ. H&M ഹൈ ഫാഷൻ ആണ്, ലോ പ്രൈസ് ആണ്. അതാണ് അതിന്റെ ഒരു, സാറയ്ക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് H&M. ശരി. അതുപോലെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. മാക്കൊക്കെ ഇവിടെയും വലിയ ബ്രാൻഡാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളുടെ സിനിമാ നടന്മാരാണെങ്കിലും നടിമാരൊക്കെയും കൂടുതൽ മാക്കൊക്കെ തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ, പലപ്പോഴും. അതെ, അതെ. മാക്ക് വരെ ആയിട്ടുള്ള ഒരു ഷാർലറ്റ് ടിൽബറിയിലേക്ക് എത്തിയിട്ടില്ല. ഷാർലറ്റ് ടിൽബറി മാക്കിനേക്കാൾ ഒരു അല്പം കൂടെ എക്സ്പെൻസീവ് ആണ്. അതെ, അതെ. അതുപോലെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അമേരിക്കൻ ഈഗിൾ, വിക്ടോറിയ സീക്രട്ട്. ഈ ബ്രാൻഡ് വാല്യൂ ബിൽഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് ഒരു കമ്പനി? ഇപ്പൊ ഒരു വലിയ ഒരു കമ്പനി ഏതായാലും സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കമ്പനികളും ഒരുപോലെ ആയിരിക്കുമല്ലോ. അപ്പൊ അത് വലിയ വിലയുള്ള ഒരു ബ്രാൻഡായി മാറുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്? ആ പ്രോസസ്സ് എന്താ? പ്രോഡക്റ്റ് ക്വാളിറ്റി തന്നെ ആയിരിക്കും എപ്പോഴും ഒരു ബ്രാൻഡ് വാല്യൂവിന്റെ ബേസിസ്. ഞങ്ങളുടെ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ, ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ പറയാം ഉദാഹരണം. ആശാ ഭോസ്ലെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി ബോംബെയിൽ. ഫസ്റ്റ് ബ്രാഞ്ച് ആദ്യം തുടങ്ങിയത് ദുബായിലാണ്, വാഫിയിൽ. അവിടുത്തെ പ്രോഡക്റ്റ് ക്വാളിറ്റിയാണ്. അപ്പൊ നമ്മുടെ ബിസിനസ് ഓണർ അത് കണ്ട് ഇഷ്ടപ്പെട്ടു. ഫുഡിന്റെ ക്വാളിറ്റി കണ്ടിട്ടാണ് ഇതൊരു ബ്രാൻഡാക്കി മാറ്റാൻ പറ്റുമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ആശാസ് എന്ന് പറഞ്ഞ് വേൾഡ് വൈഡ് വീണ്ടും ബ്രാഞ്ചസ് തുറക്കുകയാണ്. UK-യിലുണ്ട്, ദുബായിൽ, അബുദാബിയിൽ, കുവൈറ്റിൽ എല്ലാം വളരെ ഫേമസ് ആണ്. അറബ്സിന്റെ ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കേന്ദ്രമാണ് ആശാസ്. നല്ല ഇന്ത്യൻ ബിരിയാണി, നല്ല ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടണമെങ്കിൽ ആശാസിൽ പോകണം എന്നുള്ളതാണ്. അത്യാവശ്യം മ്യൂസിക്കും കേൾക്കാം, ആശയുടെ ഹിസ്റ്ററി ഒക്കെ കാണാം, അവിടെ നിന്ന് നല്ല ഫുഡും കഴിക്കാം. അപ്പോ ബേസിക് ക്വാളിറ്റി നമുക്കറിയാവുന്ന എത്രയോ പേര് എന്തെല്ലാം ബ്രാൻഡുകൾ തുടങ്ങിയിട്ടുണ്ട്, വലിയ വലിയ സെലിബ്രിറ്റീസ്. അതൊരിക്കലും ഹിറ്റ് ആവുന്നില്ല. ഇത് ഒരു ബ്രാൻഡ് ഹിറ്റ് ആണ്, അതിന്റെ പ്രോഡക്റ്റ് ക്വാളിറ്റി, അതാണ് അതിന്റെ കീ. തുടങ്ങുന്ന സെലിബ്രിറ്റിയുടെ വാല്യൂ അല്ല അല്ലെ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞ പോലെ സെലിബ്രിറ്റികൾ തുടങ്ങിയ പലതും ഹിറ്റ് ആവേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോഹൻലാല് പൊറോട്ട ബിസിനസ് ഒക്കെ തുടങ്ങിയായിരുന്നല്ലോ. ഇപ്പൊ നയൻതാര തുടങ്ങിയിരിക്കും, പലരും, എല്ലാവരും. ഒരുപാട് ബിസിനസ്സുകൾ അങ്ങനെ നമുക്ക് പറയാൻ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. സെലിബ്രിറ്റിയുടെ വാല്യൂലല്ല, ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിലായിരിക്കും കാര്യം. ലോഞ്ച് ചെയ്യാൻ പക്ഷെ എളുപ്പാന്ന് തോന്നുന്നു അല്ലെ, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനാണല്ലോ എല്ലാവരും മാർക്കറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫ്ലുവൻസിനെയൊക്കെ നമ്മളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇൻഫ്ലുവൻസിനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്ന് ഷോർട്ട് അപ്പ് ഉണ്ടാവും സെയിൽ. പക്ഷെ ഇതൊക്കെ ഷോർട്ട് ലിവ്ഡ് ആണ്. ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് പോകും. ആ ഇൻഫ്ലുവൻസറിനെ ആൾക്കാർ മറക്കുമ്പോൾ അതങ്ങ് പോകും. ഇതിലൊന്നും പറ്റത്തില്ല. ഒരു കീ ആയിട്ടൊരു ബ്രാൻഡ് വാല്യൂ വേണം. ബ്രാൻഡ് വാല്യൂ അതുണ്ടായാൽ മാത്രമേ ഒരു ബ്രാൻഡിന് സക്സസ് ആയിട്ട് പോകാൻ പറ്റും. രസകരമായൊരു തുടർച്ചയും വളർച്ചയും ഒക്കെ കണ്ടിട്ട് തോന്നിയിട്ടുള്ള ഒരു ബ്രാൻഡ് ഏതാ? ഒരു തുടക്കം, പിന്നെ അതിനുള്ളൊരു വളർച്ച, അതിന്റെ ഒരു ഗ്രോത്ത്, അതിന്റെ ഒരു സക്സസ് ഒക്കെ കണ്ട്. ഒരുപാട് ബ്രാൻഡുകൾ ആലോചിക്കാവുന്ന ഇതാണ്.
ഒന്ന് വിക്ടോറിയ സീക്രട്ട് മിഡിൽ ഈസ്റ്റിലൊക്കെ വരുമ്പോൾ ഉം. അത് വളരെ വലിയൊരു ഹിറ്റായിരുന്നു. സ്ട്രേറ്റ് അവേ ഒരു ഹിറ്റായ ഒരു ബ്രാൻഡാണ്. പക്ഷേ വിക്ടോറിയ സീക്രട്ടിലെ പ്രോഡക്ട്സ് ഒക്കെ പലപ്പോഴും യൂറോപ്പിലും യു കെയിലും ഒക്കെ അക്സെപ്റ്റഡ് ആവുന്നത് എനിക്ക് സോഷ്യലി ഇവിടെ അക്സെപ്റ്റ് ആവൂ എന്നുള്ളത് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് സോഷ്യലി അക്സെപ്റ്റഡ് ആയി. ആഹ് അങ്ങനെ ഒരു ഇതുണ്ട് അവരുടെ വളരെ ഫീമെയിൽ. രാജ്യങ്ങളിൽ എങ്ങനെയാ പരസ്യങ്ങൾ ചെയ്യുന്നത്? അതിന്റെയൊക്കെ വിക്ടോറിയ സീക്രട്ടിന്റെ പരസ്യം എങ്ങനെയാ ഗൾഫ് രാജ്യങ്ങളിൽ ചെയ്യാ? ഇങ്ങനെ നമ്മൾ മിക്കവാറും ബ്രാൻഡ്സിന് നമ്മുടെ ഇതെല്ലാം ഒരു ഹൈ എൻഡ് ബ്രാൻഡ്സ് ആയതുകൊണ്ട് പരസ്യം വളരെ കുറവാണ്. നമ്മളൊരു ഞാൻ നമ്മുടെ ചോദിക്കുന്നത് മിക്കവാറും ഇവിടുത്തെ രാജ്യങ്ങളിലേക്ക് പോലെ തന്നെ കടകൾ അങ്ങനെയാണോ ഗൾഫ് രാജ്യങ്ങളിൽ? ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. അതുപോലെ പോസ്റ്റ് ആയിട്ടുള്ള പടങ്ങളോ അങ്ങനെയൊക്കെ കാണിക്കാൻ രാജ്യങ്ങൾ പോലെ പറ്റുമോ? തന്നെയാണ്. പറ്റും. അതെ അതേപോലെ വിൻഡോയിലൊക്കെ മാനിക്കിൻ ഡ്രസ്സിങ് അതൊക്കെ ഉണ്ട്. പുറത്ത് ഒരല്പം ശ്രദ്ധ വേണം എന്നുള്ളത് ചില സമയത്ത് മിനിസ്ട്രി റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് വിക്ടോറിയ സീക്രട്സ് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ ഒരു സ്റ്റൈലിൽ. അതൊരു വാല്യൂ ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അതായത് നേരത്തെ വിക്ടോറിയ സീക്രട്സിന്റെ മോഡൽസ് എല്ലാം സ്ലിം ബ്യൂട്ടികളായിരുന്നു. അവരുടെ മാനിക്കിൻസ് ഒക്കെ സ്ലിം ആയിരുന്നു. അവര് ഇത് ഇൻക്ലൂസിവിറ്റിക്ക് എതിരാണെന്ന് കണ്ടെത്തിയിട്ട് ഇപ്പോൾ അടുത്തായിട്ട് അവരുടെ സ്റ്റോറിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ പൊക്കം കുറഞ്ഞ മാനിക്കിൻസിനെ കാണും, തടിച്ച മാനിക്കിൻസിനെ കാണും, പല തരത്തിലുള്ള മാനിക്കിൻസിനെ കാണും. അവരുടെ മോഡൽസിൽ അതിനുള്ള ഇങ്ങനെ പല ബ്രാൻഡുകാരും ഇപ്പോ ഇൻക്ലൂസീവ് ആയിരിക്കണം, എല്ലാ കമ്മ്യൂണിറ്റികളെയും എല്ലാ റേസസിനെയും എല്ലാ സൊസൈറ്റികളെയും ഉൾപ്പെടാൻ പറ്റണം എന്നുള്ളൊരു വാല്യൂ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ പല ബ്രാൻഡ്സും ചെയ്യാറുണ്ട്. ഇത്തരം ചേഞ്ചസ് ഗൾഫ് രാജ്യങ്ങളിൽ അല്പം സ്ലോ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ആദ്യം നമ്മൾ യൂറോപ്പിലൊക്കെ കാണാം ഒരു പുതുതായിട്ട് ഇറക്കുന്ന ഇങ്ങനെയുള്ള പ്രോഡക്ട്സ്. ഗൾഫിൽ എങ്ങനെയായിരുന്നു വിക്ടോറിയ സീക്രട്ട് വന്നപ്പോൾ ആളുകൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്തിരുന്ന? ആദ്യം ഏത് രീതിയിൽ ആളുകൾ ആദ്യത്തെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. ഗൾഫിലെ പല സ്റ്റോഴ്സിലും ആക്ച്വലി വേൾഡിലെ നമ്പർ 1 സെയിൽസ് ഗൾഫിലെ സ്റ്റോഴ്സിലാണ്. നടന്നത്? പല ബ്രാഞ്ചുകളും തുറക്കുമ്പോഴത്തേക്ക് ഇത് തുറക്കാനായിട്ട് കാത്തിരുന്നത് കണക്കാണ്. നമ്മൾ കരുതും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രോഡക്ട്സിന് വിമൻസ് പ്രോഡക്ട്സ്, ലോഞ്ചറി, ബ്രീഫ്സ്, ഇതിനൊക്കെ ഒരു പ്രൈവസി വേണം. അങ്ങനെയായിരുന്നു ഒരു സങ്കല്പം അതിനു മുമ്പ്. ലേഡീസിന് ഷോപ്പ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു പ്രൈവസി വേണം. അങ്ങനെയൊന്നുമില്ല. ലേഡീസ് പർദ്ദയിട്ടവരും ഒക്കെ വന്ന് ഇടിച്ചു കയറാണ്. വളരെ ഭയങ്കര വരിവരിയായിട്ട് നിന്നാണ് കയറുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഒരു കൾച്ചറൽ ഇൻഹിബിഷൻ ഇവിടെ പലപ്പോഴും ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ നാട്ടിൽ ചെറിയ പ്രായത്തിൽ എനിക്കൊരു അണ്ടർവെയർ മേടിക്കണമെങ്കിൽ ഞാനൊരു ഷോറൂമിൽ പോയിട്ട് ആരും കാണാതെ സെയിൽസ്മാനെ വിളിച്ച് രഹസ്യമായിട്ട് ചേട്ടാ 2 അണ്ടർവെയർ എന്ന് പറയും. അപ്പൊ ചേട്ടൻ ഹലോ ദാ ഇവിടെ 2 അണ്ടർവെയർ ഒക്കെ വിളിച്ചു പറയും. എടാ നിനക്ക് 2 ഷഡ്ഡി മേടിച്ചുവിടാ, ഉള്ളത് മുഴുവൻ ഓട്ടയാണല്ലോ. നിങ്ങൾക്കൊന്ന് പതുക്കെ പറഞ്ഞൂടെ? ആൾക്കാരൊക്കെ നിൽക്കണം. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല. ഇവിടെ മെൻ ഫീമെയിലിനെ സെർവ് ചെയ്യുന്ന, ഫീമെയിൽസ് മെന്നിനെ സെർവ് ചെയ്യുന്ന ഇതൊന്നും ഒരു വിഷയമല്ല. ഇവർ പരസ്യമായിട്ട് വന്നിട്ട് ഇവരെ ചോദിക്കുകയും വാങ്ങിക്കുകയൊക്കെ ചെയ്യും. ബ്രീഫ്സ് അത് ഇതൊക്കെ നമ്മൾ സംസാരിക്കാത്ത ലെവലിൽ എനിക്കിപ്പോഴും പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. അതിൽ വ്യത്യസ്തമായ പ്രോഡക്ട്സ്, വെറൈറ്റി കാര്യങ്ങളൊക്കെ ഫീമെയിൽ അറബ് പോപ്പുലേഷൻ ഇപ്പം വളരെ വലിയ രീതിയിൽ ചോദിച്ചു വാങ്ങാറുണ്ട്. അല്ല, അറബുകളെ പറ്റിയുള്ള ഒരു ഭയങ്കര ഒരു രസകരമായ സംഗതി തന്നെയാണിത്. ഈ അറബ്സ് പല കാര്യങ്ങളിലും ഭയങ്കര ഓർത്തഡോക്സ് ആണ്, അവർ പുറകോട്ടാണ്, അവർ മോഡേൺ അല്ല എന്നൊക്കെ ഒരു ഭാഗത്ത് ചർച്ച നടക്കുമ്പോൾ ഇപ്പോൾ രാജകുമാരിമാരെ അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസസിനെയൊക്കെ കാണുമ്പോൾ അവര് ഏറ്റവും ഭയങ്കര ഫാഷൻ ആണെങ്കിലും ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും സ്വാതന്ത്ര്യം ആണെങ്കിലും എല്ലാം അവർ നല്ലതായിട്ട് ജീവിതം എൻജോയ് ചെയ്യുന്ന കാണുന്നുണ്ട്. അത് എല്ലാ സ്ത്രീകൾക്കും കിട്ടുന്നുണ്ടോ, അതോ ഇങ്ങനെ രാജകുമാരി പൊതുവെ പൊതുവെ അറബ് സ്ത്രീകൾ ഇത് നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ നിന്നിട്ട് നോക്കുമ്പോഴുള്ള ഒരു തോന്നലാണ് അറബ്സിന് സ്വാതന്ത്ര്യം കുറവാണെന്നുള്ളത്. പർദ്ദ എനിക്ക് എന്ന് തോന്നുന്നതാണോ? പർദ്ദ ഇടുന്നോണ്ട് അത് തോന്നുന്നു. പർദ്ദ കാണുമ്പോൾ തോന്നുന്നതാണ് അത് ആക്ച്വലി. ഞാൻ രാവിലെ മിക്കവാറും ദിവസങ്ങളിൽ ചില ദിവസം ലാൻഡ്മാർക്ക് മാൾ എന്ന് പറഞ്ഞ ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് മാളിൽ പോകാറുണ്ട്. 8 മണിക്ക് അവിടെ സ്റ്റാർബക്സിൽ ചിലപ്പോൾ കോഫി കുടിക്കാനായിട്ട് പോകും. അവിടെ നോക്കുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന അറബ് ലേഡീസിനെ കാണാം. പർദ്ദയൊക്കെ ഇട്ട സ്ത്രീകൾ രാവിലെ ഒറ്റയ്ക്ക് 8 മണിക്ക് വന്ന് ഒരു കോഫി ഷോപ്പിൽ ഇരുന്ന് കോഫിയൊക്കെ കടിച്ച് ഒന്നെങ്കിൽ കൂട്ടുകാരികളുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വർക്ക് ചെയ്യുന്നവരൊന്നുമല്ല, വർക്ക് ചെയ്യുന്ന പോപ്പുലേഷനല്ല. നമ്മുടെ നാട്ടില് എത്ര സ്ത്രീകൾക്ക് അങ്ങനെ ഒരു രാവിലെ 8 മണിക്ക് കോഫി ഷോപ്പിൽ പോയിരുന്ന് കോഫി കുടിച്ച് പത്രമൊക്കെ വായിച്ചിരിക്കാൻ പറ്റും? ഇല്ല, പക്ഷെ ആ ഇവിടെ ഒരു കാണുന്ന ഫ്രീഡം. പെണ്ണാണല്ലോ അത്, അല്ലേ? അപ്പൊ ഗൾഫും ഇവിടെ ഒരേപോലെയാ ശരിക്ക്, അല്ലേ? കുറെയൊക്കെ അതെ ജീവിക്കും. അതെ അതെ പലപ്പോഴും വസ്ത്രം കണ്ടിട്ട് ആൾക്കാരെ വിലയിരുത്തുന്നതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഫാഷൻ വാങ്ങിക്കുന്നത് അറബ്സ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഫാഷൻ വാങ്ങിക്കുന്ന ആൾക്കാർ ഏറ്റവും ആദ്യം വാങ്ങിക്കണമെന്നും അവർക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഇത് നമുക്കൊരു ഭീഷണിയുമാണ്. ഇവര് ഇവിടെ ലോഞ്ച് ആവുന്നവരെ വെയിറ്റ് ചെയ്യത്തില്ല. നേരെ UK യിലോ യൂറോപ്പിലോ അമേരിക്കയിലോ പോയി ഇവിടെ ലോഞ്ച് ആവുന്നതിനും പോയി മേടിക്കാൻ ശ്രമിക്കാറുണ്ട് അവര്.
അപ്പൊ ഏത് രീതിയിൽ അപ്പൊ ബ്രാൻഡുകളൊക്കെ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എങ്ങനെയാണ് അവർക്ക് എന്താണ് അവരിലേക്ക് എളുപ്പം എത്തുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താ ഗൾഫിലെ കസ്റ്റമേഴ്സിന്? ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ആം, നമ്മുടെ പല ബ്രാൻഡുകളും വളരെ വെൽ നോൺ ആണ്. അതൊരു പ്രത്യേക കസ്റ്റമർ ബേസിന് വേണ്ടിയുള്ള, അപ്പൊ നമ്മളൊരു പരിചയപ്പെടുത്തേണ്ടി വരുന്നില്ല അല്ലെ, അവർക്ക് ഓൾറെഡി അറിയാം. പരിചയപ്പെടുത്തേണ്ടി വരുന്നില്ല. നമ്മളൊരു മാസസിന് വേണ്ടിയുള്ള പരസ്യങ്ങൾ നമ്മൾ വളരെ കുറവാണ്. നമ്മളൊരു മാസസിന് വേണ്ടിയുള്ള ഇതല്ല, ബ്രാൻഡ് അല്ല. അപ്പൊ അറിയാവുന്ന ആൾക്കാർ അറിഞ്ഞു വരികയാണ്. അപ്പോ നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പറയുന്നതിന് മുമ്പേ അവരറിയും, ഇന്ന പ്രോഡക്റ്റ് വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കസ്റ്റമേഴ്സ് സ്റ്റോറിൽ വന്ന് ചോദിക്കും, ഇതെന്നാ ലോഞ്ച് ചെയ്യുന്നതെന്ന്. അങ്ങനെ ഒരു കസ്റ്റമർ ബേസ് അവിടെ ഉണ്ട്. ഇതിൽ നിന്നൊക്കെ പിന്നെ സാധാരണ ആൾക്കാരുമായിട്ട് ഇടപെടുന്നുണ്ടോ? കഴിഞ്ഞ 28 കൊല്ലമായിട്ടുള്ള ലൈഫ് എന്താ ശരിക്ക്? സാധാരണക്കാരുടെ കാണുന്നുണ്ടോ? അതോ ഇങ്ങനെ ബ്രാൻഡ് വാല്യൂ ഒക്കെ നോക്കി ഭയങ്കര നല്ല ഈ രീതിയിൽ ജീവിക്കുന്ന ആളുകൾ മാത്രമേ കാണുന്നുള്ളൂ? സാധാരണ മനുഷ്യരായിട്ടല്ലേ നമ്മൾ എല്ലാ ഇതിലും ഇടപെടുന്നത്. ഞാൻ അതാ പറഞ്ഞു വന്നത്. നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മുടെ എംപ്ലോയീസ് പല പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരല്ലേ. നേപ്പാൾ, ഭൂട്ടാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, വളരെ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. അപ്പം എൻ്റെ വർക്ക് ലൈഫിലെ ഏറ്റവും നല്ലൊരു സമയം ഞാൻ കൂടുതലും ചെലവഴിക്കുന്നത് ഇവരുമായിട്ടാണ്. അപ്പോൾ ഇവരെ വെൽക്കം ചെയ്യുക, അവര് സ്റ്റോറിൽ വരുമ്പോൾ ജോലിയിൽ പുതിയൊരു വേൾഡിലേക്കാണ് അവർ വരുന്നത്. ഞാൻ തന്നെ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ആദ്യമായിട്ട് ദുബായിലേക്ക് വന്ന് ഇതുപോലെ ഒരു ബ്രാൻഡ് മദർ കെയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ സ്റ്റാഫായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന പ്രോഡക്ട്സ് ഒന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവയാ. പുഷ് ചെയർസ്, അന്ന് 96-ലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. പുഷ് ചെയർസ്, കാർ സീറ്റ്. അപ്പൊ എനിക്ക് കാർ സീറ്റ് എന്ന് പറയാൻ കാറിന്റെ ബാക്കിൽ മനുഷ്യർക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റ് ആയിരുന്നു അതുവരെ. അപ്പോഴാണ് ബേബീസിനെ ഇരുത്താനുള്ള കാർ സീറ്റ് കാണുന്നത്. പിന്നെ ഇത് ഫിക്സ് ചെയ്യുന്ന എങ്ങനെയാന്നൊക്കെ ഞാൻ പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പുതിയൊരു വേൾഡിലേക്കാണ് ഞാൻ പോലും വരുന്നത്. അങ്ങനെ വരുന്ന ഒരു കൂട്ടം മനുഷ്യർ ഇപ്പോഴും ഉണ്ട് എല്ലാ ഇതിലും. അപ്പൊ വന്ന് അവരുടെ ലൈഫ് മാറുന്നതും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇത് ട്രെയിൻ ഭയങ്കര ചെയ്യുന്നത് എങ്ങനെയാ? ഇൻട്രസ്റ്റിംഗ്. ഇപ്പൊ പുതിയതായി വരുന്ന ഒരാളെ ആദ്യം ബ്രാൻഡുമായിട്ടൊന്നും ഒരു പരിചയമില്ലാത്ത വിദ്യാഭ്യാസം മാത്രമുള്ള ഒരാൾ വരുന്നത് എങ്ങനെയാണ് ആ ആളെ ട്രെയിൻ ചെയ്യുന്നത്? നമ്മുടെ സ്ഥാപനത്തിൽ പുതുതായിട്ട് വരുന്ന എല്ലാവർക്കും ആഴ്ചയിൽ ഒരു ദിവസം നമുക്കൊരു വെൽക്കം ടു എൽഷ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഒരു വെൽക്കമിങ് 2 days ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് ഒരു ബ്രീഫ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു 2 ദിവസം നീളുന്ന എന്താണ് കമ്പനി, എന്തൊക്കെയാണ് പ്രോഡക്ട്സിലേക്കൊന്നും പോകത്തില്ല, കമ്പനിയുടെ സിസ്റ്റംസും കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു 2 ദിവസം നീളുന്ന വെൽക്കമിങ് സെഷൻ ഉണ്ട്. ഇത് കഴിഞ്ഞ് ഇവരുടെ ലൊക്കേഷൻ എവിടെ, ഏത് സ്റ്റോറിലാണ്, ഏത് ബ്രാൻഡിലേക്കാണോ പോകുന്നത്, ആ ബ്രാൻഡിൽ പോയിട്ട് പല ബ്രാൻഡിനും ഇൻഡക്ഷൻ എന്ന് പറയുന്നത് 1 മാസം ഉണ്ടാവാം, ചിലപ്പോൾ 2 മാസം ഉണ്ടാവാം. അങ്ങനെ 8 weeks ഇൻഡക്ഷൻ. അങ്ങനെ ഇൻഡക്ഷൻ അവർക്കൊരു ബഡി ഉണ്ടാവും, മറ്റൊരു എംപ്ലോയിയെ ബഡിയായിട്ട് അപ്പോയിന്റ് ചെയ്യും. പിന്നെ അവർക്കൊരു ട്രെയിനിങ് മാനേജർ ഉണ്ടാവും. ഇത് കഴിഞ്ഞ് ഒരു പ്രൊബേഷൻ പീരീഡിന് മുമ്പ് ഈ ട്രെയിനിങ്ങുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ ഇപ്പോൾ ഓൺലൈനിൽ ഒരുപാട് ട്രെയിനിങ്, ഞങ്ങൾക്ക് തന്നെ ലേണിംഗ് ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ ഇതുണ്ട്. സ്വയം നമുക്ക് പോയി എന്തിനെ കുറിച്ച് പഠിക്കാം. അവിടെ വീഡിയോസ് ഉണ്ട്, അവിടെ വേണ്ട ലേണിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ സ്വയം പഠിക്കാം. അല്ലാതെ ഫിസിക്കൽ ക്ലാസ് റൂം എൻവയോൺമെന്റ്സ് സ്റ്റോഴ്സുകളിലും ബ്രാൻഡ്സിലും ഹെഡ് ഓഫീസിലും എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 മാസം കഴിയുമ്പോൾ നമുക്ക് ഈ ആൾക്കാരുടെ വ്യത്യാസം മനസ്സിലാവും. പിന്നെ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവർ എക്സ്പേർട്ട് ആവുന്നു. പിന്നെ 1-2 വർഷം കഴിയുമ്പോൾ ഇവർ ഗ്രോ ആവുന്നു, സൂപ്പർവൈസർ ആവുന്നു, അസിസ്റ്റന്റ് മാനേജർ ആവുന്നു, മാനേജർ. ഈ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. ഇത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതായത് ഞാൻ ഈ വെൽക്കമിങ് ചെയ്യുന്ന ഗ്രൂപ്പിലൊക്കെ മിക്കവാറും പറയുന്ന ഒരു മോട്ടിവേഷണൽ സ്റ്റോറി എന്റെ തന്നെ സ്റ്റോറിയാണ്. ഞാൻ 1996 ജോയിൻ ചെയ്തു. അതൊരു വലിയ സ്റ്റോറിയാണ്. ഞാൻ 1996 സെയിൽസ് സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്തു. ഞാൻ വർക്ക് ചെയ്ത സാഹചര്യങ്ങൾ ഇതൊക്കെ പറയും. 97 ആകുമ്പോൾ ഞാൻ അസിസ്റ്റന്റ് മാനേജറായിട്ട് പ്രൊമോട്ട് ആവുക. 98 സ്റ്റോർ മാനേജർ ആവുന്നു. 99 അല്പം കൂടെ വലിയ ബ്രാൻഡിന്റെ സ്റ്റോർ ആവുന്നു, മാനേജർ ആവുന്നു. അങ്ങനെ ഗ്രോ ചെയ്യുക. 2005 ഏരിയ മാനേജർ ആവുന്നു. 2010 ഓപ്പറേഷൻസ് മാനേജർ ആവുന്നു. അപ്പൊ ഒരു ഗ്രോത്ത് ഉണ്ടെന്നുള്ളത് അത് ഒരു എംപ്ലോയിക്ക് അത് കാണുമ്പോൾ അവർക്ക് ഇതൊരു നമ്മുടെ ലൈഫ് സ്റ്റോറി നമ്മൾ മുമ്പിൽ വെച്ചെടുക്കുക, ഇതേപോലെ നിങ്ങൾക്കും ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പൊ അതൊരു ഭയങ്കര മോട്ടിവേഷണൽ ഇമ്പാക്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. എല്ലാവർക്കും ഗ്രോ ചെയ്യാൻ പറ്റാറുണ്ടോ? അതോ ഇതൊരു മോട്ടിവേഷണൽ സ്റ്റോറി, മറ്റുള്ളവർ ഇൻസ്പയർ ചെയ്യാനുള്ള സ്റ്റോറി മാത്രല്ലേ? എല്ലാവർക്കും നല്ല ചോദ്യമാണ്. രാജകുമാരുണ്ട്. അല്ല, എന്റെ കൺമുമ്പിൽ ആയിരക്കണക്കിന് മിഥിലാജിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ 50,000-ലധികം എംപ്ലോയീസ് ഉണ്ട്. 19 രാജ്യങ്ങളിൽ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. UK, ജർമ്മനി, കുറെ യൂറോപ്യൻ രാജ്യങ്ങൾ, പഴയ റഷ്യൻ സോവിയറ്റ് ബ്ലോക്കിലുള്ള പഴയ രാജ്യങ്ങൾ, ടർക്കി, അങ്ങനെ എല്ലായിടത്തും. ഇവിടെ എല്ലാം ഗ്രോ ചെയ്ത് വന്ന ഒരുപാട് മിഥിലാജിമാരെ ഞാൻ കാണാറുണ്ട്.
ഏകദേശം 90% ഓഫ് ഇന്റേണൽ പ്രൊമോഷൻസ് ഇന്റേണലി ആണ് ഞങ്ങളുടെ ഇവിടെ നടക്കുന്നത്. ഇന്റേണൽ കാര്യം നമ്മൾ താഴെ നിന്ന് പഠിച്ചു വന്ന് അതുകൊണ്ടുണ്ടാകുന്ന ഒരു ബേസ് ഉണ്ട്. ആ ബേസ് പെട്ടെന്ന് ഒരാൾ ഫാഷൻ മാനേജ്മെന്റ് പഠിച്ച് ഡിഗ്രി എടുത്തുകൊണ്ട് വന്നാൽ അയാൾക്ക് കിട്ടണമെന്നില്ല. എക്സ്പീരിയൻസിന് ഒരു വിലയുണ്ട്. എക്സ്പീരിയൻസിനൊപ്പം ആ നോളജ് നമ്മളൊരു പാഷൻ അത് ഇഷ്ടപ്പെടണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ജോലി കിട്ടണമെന്നില്ല, പക്ഷെ കിട്ടുന്ന ജോലിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായ വ്യത്യാസം ഉണ്ടാവും. കിട്ടുന്ന ജോലിയെ സ്നേഹിക്കാൻ തുടങ്ങിയാലും അതിൽ നമ്മൾ 100% കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ തുടങ്ങിയാലും ഭയങ്കരമായ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഗ്രോ ചെയ്യുന്ന നൂറുകണക്കിന് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. നൂറുകണക്കിന് ആൾക്കാരെ കാണാറുണ്ട്. ഇപ്പോഴും എന്റെ ഒരു വലിയ സന്തോഷം, നമ്മൾ ഓരോ മോളുകളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് ഓടി വന്നിട്ട് എന്നെ ഓർമ്മയുണ്ടോ, നിങ്ങളാണ് എന്നെ റിക്രൂട്ട് ചെയ്തത്, നിങ്ങളാണ് എനിക്ക് ആദ്യമായിട്ട് പ്രൊമോഷൻ തന്നത്, അങ്ങനെ പറയുന്ന ഒരുപാട് പലവിധ രാജ്യക്കാരെ കാണാറുണ്ട്. അതൊക്കെയാണ് ഈ ഒരു ജോലിയുടെ ഒരു നേട്ടമായിട്ട് ഞാൻ കാണുന്നത്. അധ്യാപകനെ പോലെയാന്ന് തോന്നുന്നു അല്ലെ, കുറെ അതെ 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 അതെ. അധ്യാപനം പോലെ ട്രെയിനിങ് ഒരു മെയിൻ പ്രോഗ്രാമാണ്. മിക്കവാറും സമയം ട്രെയിനിങ് ചെയ്യുക, ആളുകളോട് സംസാരിക്കുക, അതാണ് എന്റെ ജോലിയുടെ ഒരു പ്രധാന ഭാഗം. ക്ലാസ് എടുക്കല് ഒരു പോകുമ്പോഴാണല്ലോ പ്രധാന. ഇതുപോലെ ശിഷ്യരെ കാണുന്നത്. വേറെ ആർക്കും അത് കിട്ടാറില്ലെന്ന് തോന്നുന്നു അല്ലെ, അങ്ങനെ ഒരു അതെ അതെ കാലം. അതെ അതെ. ഈ 39 അധ്യാപകനാകണമെന്നായിരുന്നു ആഗ്രഹം. ഉം. കോളേജിൽ പഠിക്കുമ്പോൾ ഒന്നാമത് ജേർണലിസ്റ്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നെ അധ്യാപകനാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് രണ്ടും നടന്നില്ല. അപ്പൊ ഇതെല്ലാം ഇപ്പം നമ്മുടെ ജോലിയിൽ അങ്ങ് പരീക്ഷിക്കും. പറ്റുമ്പോഴെല്ലാം ക്ലാസ് എടുക്കും. ഈ 39 രാജ്യങ്ങളിലെ ആളുകളെ ട്രെയിൻ ചെയ്യുകയും പരിചയപ്പെടുകയും അടുത്തിടപഴകുകയും ചെയ്തിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് രാജ്യങ്ങളിലെ ആളുകൾ തമ്മിലുള്ള വ്യത്യാസം? മലയാളിക്ക് ഇവരിൽ നിന്നൊക്കെ ഉള്ള വ്യത്യാസം എന്താ? മലയാളി പൊതുവെ ഒരു അല്പം റിസർവ്ഡ് ആണ് ആദ്യമായിട്ട് വരുമ്പോൾ. അങ്ങനെയുള്ള വേറെ ഒരുപാട് കമ്മ്യൂണിറ്റികളുണ്ട്. ഭൂട്ടാനിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ, ഈയിടയ്ക്ക് ഭൂട്ടാൻ എംബസിയിൽ നിന്ന് കുറെ റെപ്രസെന്റേറ്റീവിന് ഇവിടെ വന്നിരുന്നു. ഭൂട്ടാൻ ഗവൺമെന്റിന്റെ പ്രതിനിധികളും എങ്ങനെ അവിടെ നിന്നുള്ള റിക്രൂട്ട്മെന്റ് കൂട്ടാമെന്ന് അറിയാൻ ഞങ്ങളുടെ ഓഫീസിൽ വന്നിരുന്നു. അപ്പൊ ഞാൻ അവരുമായിട്ട് മീറ്റിംഗ് നടത്തി. ഭൂട്ടാനിലെ മിനിസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു. ഭൂട്ടാനിൽ നിന്ന് വരുന്ന ആൾക്കാർ പൊതുവെ റിസർവ്ഡ് ആണ്. അവര് സംസാരിക്കുന്ന കുറവായിരിക്കും. അവരുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുമായിട്ട് മാത്രമേ ഇടപെടൂ. പക്ഷെ മറ്റു പല കാര്യങ്ങളും നമ്മളെക്കാളും ഭയങ്കര ഓപ്പണുമാണ്. അവര് ഭൂട്ടാനിലുള്ളവർ തന്നെ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ഭയങ്കര ഹാപ്പിയുമാണ്. അവർ തന്നെ അപ്പൊ നമ്മൾ അവർക്ക് എന്തൊക്കെ ട്രെയിനിങ്ങാണ് കൊടുക്കുന്നതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് ട്രെയിനിങ് ആണ് അവിടുന്ന് കയറുന്നതിന് മുമ്പ് കൊടുക്കുന്നത്? കാര്യം ഇവര് മിണ്ടാനും മറ്റു ആൾക്കാരായിട്ട് സഹകരിക്കാനും ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് ട്രെയിനിങ് ചെയ്യാനൊക്കെ ഒരു പാടാവും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ഒരു കൾച്ചറൽ ഡിഫറൻസിന്റെ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഭൂട്ടാനില് ആൺപിള്ളേരും പെൺപിള്ളേരും എല്ലാം കൈ പിടിച്ച് കോർത്ത് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഒക്കെ നടക്കും. ഗൾഫിൽ പോയാൽ അങ്ങനെ ചെയ്യരുതെന്ന് പഠിപ്പിക്കും എന്നൊക്കെ. അപ്പൊ ഞാൻ ഞെട്ടോ, നമ്മുടെ നാട്ടിൽ അത് പറ്റത്തില്ല. കേരളത്തിൽ ഇപ്പോഴും കൈകോർത്ത് പിടിച്ച് നടക്കാൻ പറ്റത്തില്ല. അപ്പൊ ഭൂട്ടാനില് അത് കൾച്ചറലി അങ്ങനെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫിലിപ്പിനോസ് എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള വലിയൊരു കമ്മ്യൂണിറ്റി. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വ്യത്യസ്തരായ കമ്മ്യൂണിറ്റികളായിട്ട് ഇടപെടുമ്പോൾ ഇവരിൽ നിന്നെല്ലാം പഠിക്കാനുണ്ട്. ഇത് പഠിക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ്. ലിസൺ ചെയ്യുക, ഓപ്പൺ ഫിലിപ്പീൻസിന്റെ ആയിരിക്കുക. പ്രത്യേകതകള് പ്ലസ് പോയിന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത? ഒരുപാട് അതായത് നമ്മളെക്കാൾ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട് ഫിലിപ്പിനോസ്. ഒന്ന്, ഫിലിപ്പിനോസിന്റെ ഇടയിൽ സിംഗിൾ മദർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സോഷ്യലി അക്സെപ്റ്റബിൾ ആണ്. ഫിലിപ്പിനോ ഒരാളുമായിട്ട് ബോയ് ഫ്രണ്ടോ ഒക്കെ ആവാം, പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും അബോർട്ട് ചെയ്യത്തില്ല. അതും മതപരമായിട്ടൊരു വിശ്വാസം കൂടെ ഉണ്ട്. അല്ലാതെ പോലും അവർക്ക് ഉടനെ വീട്ടിൽ വിളിച്ചാൽ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അച്ഛനും അമ്മയോട് പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഫ്രണ്ട്സിനോട് പറയുന്നതിൽ ഒരു വിഷയമില്ല. അവർ നമ്മുടെ അടുത്ത് പറയാം ഞാൻ പ്രഗ്നന്റ് ആണ്, ഓക്കെ ഹീസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ്, ഓക്കെ ഐ എം ഗോയിങ് ടു ടേക്ക് കെയർ ഓഫ് ദ ബേബി, ഞാൻ ഫിലിപ്പീൻസിലേക്ക് പോവുകയാണ് എന്ന് പറയും. അവർ പ്രസവിക്കും, അത് തിരിച്ച്. ഈ സോഷ്യൽ ബോയ്ക്കോട്ട് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ കേരളത്തിലോ ഉള്ള കാര്യം ഫിലിപ്പീൻസിലില്ല. അങ്ങനെ ഒരുപാട് പുരോഗമനം നമ്മളത് കണ്ട് അത്ഭുതത്തോടെ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള. അവരാരും മറ്റു രാജ്യക്കാരെ എനിക്ക് മലയാളികളെ വളരെ അപൂർവം കുറച്ച് പേരെ, എല്ലാവരെയും അല്ല പറയുന്നത്, അവര് താഴേക്ക് നോക്കാറില്ല വലുതായിട്ട്. മലയാളികൾ പൊതുവെ ഞാൻ എന്തോ ഭയങ്കര അറിവുള്ള ആളാണ്, ഞാൻ ഒരുപാട് ബുദ്ധിജീവിയാണ്, നമ്മൾ എന്തൊക്കെ വായിച്ചു വരുന്ന സമൂഹമാണെന്നൊക്കെ പറഞ്ഞ് മറ്റു സൊസൈറ്റികളെ ചെറുതായിട്ട് ഒരു നമ്മളിൽ കുറഞ്ഞവരായിക്കണം. നമ്മളിപ്പോ തമിഴനെ എന്തോ പുച്ഛത്തോടെ കാണുന്ന ഒരു സ്വഭാവം മലയാളിക്കുണ്ട്. അത് മലയാളി ഈ മൾട്ടി കൾച്ചറൽ സൊസൈറ്റികൾ വരുമ്പോഴും പലപ്പോഴും അപ്ലൈ ചെയ്യാറുണ്ട്. പുറത്ത് പറയാറില്ലെങ്കിൽ, പുറത്തങ്ങനെ പറയാൻ പറ്റത്തില്ല, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഞങ്ങളുടെ ഓഫീസിൽ ഫോർ എക്സാമ്പിൾ ഞാൻ വരുമ്പോൾ നമ്മുടെ ഐ ടിയിൽ മൊത്തം മിക്കവാറും എല്ലാം എഞ്ചിനീയേഴ്സാണ്. ഇവർ ലഞ്ചിന് പോകുന്ന അവർ മാത്രം ഒരുമിച്ചാണ്, ഇന്ത്യക്കാർ മാത്രമാണ്. നമ്മൾ ചില സമയത്ത് പാൻട്രി പോകുമ്പോൾ ഇന്ത്യക്കാർ മാത്രം അവിടെ ഇരിക്കുന്നത്. ബാക്കി മിക്കവാറും എല്ലാ കമ്മ്യൂണിറ്റിക്കാരും പരസ്പരം അവരെല്ലാവരും കൂടെ സഹകരിച്ചായിരിക്കും. ഇന്ത്യക്കാരുടെ ഒരു ഗ്രൂപ്പ് പലയിടത്തും കാണും. അവരുടെ ഇടയിലേ അവർ കംഫർട്ടബിൾ ആവുന്നുള്ളൂ.
അങ്ങനെ ഒരു വിഷയമുണ്ട്. ഈ കംഫർട്ടബിലിറ്റി ഇത് ബ്രേക്ക് ചെയ്യണം, ഈ കംഫർട്ട് സോൺ ഇത് ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വളരെ വിശാലമായ ഒരു ലോകം അവിടെ ഉണ്ട്. മനസ്സിലായി, ഒരുപാട് പഠിക്കാനും ഒരുപാട് നമുക്ക് സ്വയം ഇമ്പ്രൂവ് ആവാൻ ഡെയിലി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതിന് നമ്മൾ ഓപ്പൺ ആയിരിക്കണം, നമ്മുടെ മാനസികമായിട്ട് നമ്മൾ ഓപ്പൺ ആയിരിക്കണം. അപ്പൊ ഒരു ഇന്ത്യക്കാരൻ ജോലിക്ക് വന്ന അയാൾക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങൾ പറയാറുണ്ടോ അവരടുത്ത്? അല്ല, പൊതുവെ അങ്ങനെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ മാത്രമായിട്ട് നമുക്ക് വിളിച്ച് മാറ്റി നിർത്തി നമുക്ക് സംസാരിക്കാം, അങ്ങനെ ഒരു ട്രെയിനിങ് ഇല്ല. നമ്മളെല്ലാവരെയും ഒരുമിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറയും. കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഒരു വലിയ ടോപ്പിക്കാണ്. അതായത് പല ഓഫീസസിലും ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ചിലർ ഫുഡ് കൊണ്ടുവരുന്നത് നമ്മൾ ഫിലിപ്പിനോസിനെ പറയുന്നുണ്ട്, വളരെ സ്മെല്ലി ആയിട്ടുള്ള ഫിഷ് കഴിക്കും. അതേപോലെ ഇന്ത്യൻസ് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡ് കൊണ്ടുവന്നത് മറ്റുള്ളവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അത് ഇന്ത്യക്കാരെ അത് തിരിച്ചറിയത്തില്ല. മനസ്സിലായി, അവർ നമ്മൾ കരുതുന്നത് നമ്മുടേത് ഓക്കെ ആണെന്ന്. നമ്മുടെ സാമ്പാറിന്റെ സ്മെല്ല് പോലും ചിലപ്പോൾ മറ്റുള്ളവർക്ക് പിടിക്കണമെന്നില്ല. അങ്ങനെയുള്ളൊരു വിഷയമുണ്ട്. ഈ കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ വ്യൂസ് അക്സെപ്റ്റ് ചെയ്യുക, എപ്പോഴും ഞാനാണ് ശരിയെന്ന് കരുതാതെ മറ്റുള്ളവരുടെ വ്യൂസ് അക്സെപ്റ്റ് ചെയ്യുക, മറ്റുള്ളവരെ ലിസൺ ചെയ്യുക, ഈ ലിസണിങ് സ്കിൽസ് ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ലിസൺ ചെയ്യുന്നത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ തന്നെ ബേസിക്കലി കുഴപ്പമായി കഴിഞ്ഞു. നമ്മൾ ലിസൺ ചെയ്യുന്ന മറ്റേയാളുടെ ഒപ്പീനിയൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര ദുർബലമായ ഒപ്പീനിയൻ ആണെന്ന് നമുക്ക് തോന്നിയാലും അത് ചിലപ്പോൾ ആ ഒരു മൊമെന്റിൽ നമുക്ക് തോന്നുന്നതായിരിക്കും, ഏയ് ഇതിൽ വലിയ കാര്യമില്ലെന്ന്. പക്ഷെ അയാൾക്ക് ആ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം. ബീങ് ഹേർഡ് എന്നുള്ളത്, ഒരാളെ ലിസൺ ചെയ്യുക, അയാൾ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ട് ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ആൾക്കാർ അഭിപ്രായം പറയുമ്പോൾ കേൾക്കുക, അവരെ കട്ട് ഓഫ് ചെയ്യാതിരിക്കുക, അത് മനസ്സിലാക്കിയിട്ട് അപ്പോൾ തന്നെ ഇത് തള്ളിക്കളയാതിരിക്കുക. മനസ്സിലായി, ഓക്കെ, ദാറ്റ്സ് എ പോയിന്റ്, നമുക്ക് നോക്കാം, ആലോചിക്കാവുന്ന വിഷയമാണെന്ന് പറയാം. ശരി, അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റണം. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെ, ആശയങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റണം. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം, നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഒരാൾ പറഞ്ഞാൽ പെട്ടെന്ന് അയാളെ ബ്രാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഹേയ്, നീ കുഴപ്പക്കാരനാണ്, ഹേയ് നീ മുൻ ഇതാണ്, അല്ലെങ്കിൽ നീ ഇന്ന പാർട്ടിക്കാരനാണ്. അങ്ങനെയല്ല, അയാൾ ആ ഒരു വിഷയത്തിൽ മാത്രം ആ ഒരു അഭിപ്രായം പറഞ്ഞതാവും. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. കേരളത്തിൽ നിന്ന് വരുമ്പോഴേ ഇങ്ങനെയുള്ള ആളായിരുന്നോ, അതോ ഇവിടെ വന്നിട്ട് ഈ മനുഷ്യരെ കണ്ട് മാറിയതാണോ? നേരത്തെ സുനിത ചോദിച്ചുള്ളൂ, എങ്ങനെ എല്ലാവർക്കും ഇതിലതിനെ പോലെ ഗ്രോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതൊരു ഗുണം ചെയ്തിട്ടുണ്ടാവും. കേരളത്തിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം വായനയും ചെറിയ പ്രായത്തിലെ ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. മനുഷ്യരെ നിരീക്ഷിക്കാറുണ്ട്, മനുഷ്യരായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് അത്യാവശ്യം SFI, അത്യാവശ്യം നക്സൽ, SUCI, അങ്ങനെ പല ബാക്ക്ഗ്രൗണ്ടുകളിലും പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപെട്ടിട്ടുള്ള ഒരാൾ. അങ്ങനെ മനുഷ്യരുമായിട്ട് ഇടപെട്ട് ഉള്ള ഒരു ശീലമുണ്ട്. അത് ഇപ്പോഴും അത് ഗുണം ചെയ്യുന്നു എന്നുള്ളതായിരിക്കും. ആ രീതിയിലാണ്. ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ ഇതുപോലെ കരിയറിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ അടുത്ത് എന്താ പറയാ? ഇത്രയും കാലം ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള എന്താ പകർന്നു കൊടുക്കുക അവർക്ക്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ചെയ്യുക. നിങ്ങളുടെ എക്സ്പെർട്ടൈസ് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്നോട് കഴിഞ്ഞ ആഴ്ചയും ഒരു ബിസിനസ്മാൻ വന്നിട്ട് പല പല ബിസിനസ്സുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് പൈസയൊക്കെ ഉണ്ട്, ഒരു ബിസിനസ് തുടങ്ങണം എന്ന് പറയാം. അപ്പൊ ഞാൻ എന്താണ് തുടങ്ങേണ്ടത്, അതെനിക്കറിയത്തില്ല. ബിസിനസ് ഞാൻ പറയാം, തുടങ്ങണമെന്നേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം. എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം. അങ്ങനെയുള്ള ഒരുപാട് പേരെ ഞാൻ കാണാറുണ്ട്. എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം. എന്താണ്, നമുക്ക് അത് ചെയ്താലോ, അല്ലെങ്കിൽ ഇത് ചെയ്താലോ. അങ്ങനെയല്ല, നിങ്ങളൊരു മേഖലയിൽ എക്സ്പെർട്ട് ആയിരിക്കണം. നിങ്ങൾക്ക് എന്താണോ അറിയാവുന്നത് അത് വളരെ സ്പെസിഫിക് ആയിരിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെ സ്ഥാപനം തന്നെ ഇപ്പൊ 70-ലധികം ബ്രാൻഡുകളുണ്ട്. ഞങ്ങൾ സ്വന്തമായിട്ട് ബ്രാൻഡുകൾ ഡെവലപ്പ് ചെയ്യാറില്ല. ഞങ്ങളുടെ CEO ഈയിടയ്ക്ക് ഒരു മീറ്റിംഗിൽ പറഞ്ഞത്, ദാറ്റ്സ് നോട്ട് അവർ എക്സ്പെർട്ടീസ് എന്ന്. വളരെ ഇത്രയധികം എംപ്ലോയീസ്, ഇത്രയധികം നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്. ദാറ്റ്സ് നോട്ട് അവർ എക്സ്പെർട്ടീസ്. നമ്മൾ വലിയ വലിയ വെൽ നോൺ ബ്രാൻഡുകളുടെ ഫ്രാഞ്ചൈസി നടത്തുക, അതാണ് നമ്മുടെ എക്സ്പെർട്ടീസ്. അത്രയും സ്പെസിഫിക് ആണ്. അപ്പോഴാണ് ആൾക്കാർ വന്നിട്ട് പറയുന്നത്, നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാം. ഓക്കെ, ശരി, നിനക്ക് സൂപ്പർ മാർക്കറ്റിനെ പറ്റി എന്തറിയാം? സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പ് ചെയ്തതല്ലാതെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല. അവിടെ നിങ്ങളുടെ ബേസ് തെറ്റിക്കഴിഞ്ഞു. ആദ്യം എന്ത് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പും അതിൽ കുറച്ച് വർഷം വർക്ക് ചെയ്യുക. കുറച്ച് വർഷം വർക്ക് ചെയ്ത് ആ ബിസിനസിന്റെ എല്ലാ മേഖലയും പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതെനിക്ക് ചെയ്യാൻ തോന്നിയാൽ ചെയ്യാവുന്നതാണ്. ഇപ്പോ ബ്രാൻഡുകൾ തുടങ്ങുന്നതിനെ പറ്റി പറഞ്ഞില്ലേ, ഇപ്പൊ വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് ശൃംഖലകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ T&T സൂപ്പർ സ്റ്റോർ, അല്ലെങ്കിൽ അവിടെ പലതും ഉണ്ട്. അപ്പൊ അവരൊക്കെ പക്ഷെ കുറച്ച് കഴിയുമ്പോ അവരുടെ സ്വന്തം പ്രോഡക്ട്സ് ഇറക്കിയിട്ട് എങ്ങനെയെങ്കിലും വിൽക്കാൻ ശ്രമിക്കാറുണ്ടല്ലോ.
ഇതുപോലെ മറ്റു ചെയ്യ- പ്രോഡക്ട്സ് ആദ്യം വിൽക്കും, പിന്നെ ഇവരുടെ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്ന് കുറച്ച് വില കുറച്ചിട്ട് അത് വിൽക്കാൻ ശ്രമിക്കും. അത് നല്ലതോ അങ്ങനെ ചീത്തയോ? അല്ല, അങ്ങനെ ഒരുപാട് ഈ അടുത്ത കാലത്തായിട്ട് പല ബ്രാൻഡുകാരും പല സൂപ്പർ മാർക്കറ്റ് എസ്പെഷ്യലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നല്ലതോ ചീത്തയോ എന്നുള്ളത് കാലം പറയും. ബിക്കോസ് കസ്റ്റമേഴ്സ് ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒരു ഒരു ബ്രാൻഡിന്റെ ബയറോ ഡിസൈനറോ ഒന്നുമല്ല കസ്റ്റമറിന് എന്ത് വേണം തീരുമാനിക്കുന്നത്. കസ്റ്റമർ ഇവരെല്ലാം കാളും ഇന്റലിജന്റ് ആണ്. കസ്റ്റമർ ആണ് തീരുമാനിക്കുന്നത്. കസ്റ്റമർ ആ ഒരു ഷോപ്പിൽ പോകുന്നത് ഒരു പെർട്ടിക്കുലർ ക്വാളിറ്റിക്കോ ഒരു പ്രോഡക്റ്റിനോ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് വാല്യൂവിന് വേണ്ടിയിട്ടായിരിക്കും. അതിനും പകരം നമ്മൾ നമ്മുടേതായ വേറൊരു സാധനം പാക്ക് ചെയ്ത് വെക്കുമ്പോൾ പയ്യെ പയ്യെ നിങ്ങളുടെ കസ്റ്റമർ ബേസ് നഷ്ടപ്പെടും. എനിക്ക് ഒരു ഈ സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഞാൻ വരുന്ന കാലത്ത് 96-97 പീരീഡിൽ UAE ഒരുപാട് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സ് ആയിരുന്നു. ഇവരൊന്നും ഇപ്പൊ ഇല്ല. ഇതെല്ലാം അങ്ങ് ഒലിച്ചുപോയി. കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനിടയ്ക്ക് ഇവരെല്ലാം അങ്ങ് ഒലിച്ചുപോയി. കഴിച്ച് ഇവരാരും സ്വയം നവീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. എപ്പോഴും നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ബിസിനസ് മോഡൽ എത്ര നല്ലതായിരിക്കും, ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് പോകുമ്പോഴും അത് എങ്ങനെ ഇംപ്രവൈസ് ചെയ്യാമെന്ന് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇത് ചെയ്യാതെ ഇവരുടെ സ്റ്റാഫ്, ഇവരുടെ ലാംഗ്വേജ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പ്രോഡക്റ്റ് വളരെ പുവർ ക്വാളിറ്റി ഒക്കെ ആയിരുന്നു. നോർത്ത് ഇന്ത്യൻ ലോബിയുടേതായിരുന്നു ഗൾഫിലെ മിക്കവാറും സൂപ്പർ മാർക്കറ്റ്സ് ഇരുന്നത്. ഇതെല്ലാം അങ്ങ് പോയി. ആദ്യം കാരിഫോർ വരുന്നു, പിന്നെ അതേ കണക്ക് ഫ്രഞ്ച് ജയൻസ് പലരും, ജിയാൻഡ്, പിന്നെ ലുലു വന്നു. ലുലു മാത്രമാണ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ലോഞ്ച് ആയ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ്. കാര്യം അവര് റീഇൻവെസ്റ്റ് ചെയ്യാനും മോഡേണൈസ് ചെയ്യാനും ഒക്കെ തയ്യാറായിരുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നമ്പർ 1 ആയിരിക്കുമ്പോഴും ഞാൻ ഈ ഈ ഇടയ്ക്ക് ഇവിടുത്തെ ഒരു വലിയൊരു ഷോപ്പിംഗ് മാളിന്റെ മാനേജ്മെന്റുമായിട്ട് ഒരു മീറ്റിംഗിലായിരുന്നു. അപ്പോ ഞാനൊരു ബാഡ് എക്സാമ്പിൾ പറയാം. അപ്പൊ ഈ മോളുടെ മാനേജർ അടുത്ത് ഞാൻ ചോദിച്ചാൽ, ഓക്കെ ഇങ്ങനെ ഇവന്റ് വരാണല്ലോ, ബ്ലാക്ക് ഫ്രൈഡേ വരുന്നു, നവംബറിൽ വലിയ ഇവന്റ് ആണ് വേൾഡ് വൈഡ്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പുള്ളി എന്നോട് പറയാ, ഞങ്ങളൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, വി ആർ ദ നമ്പർ 1 മോൾ. ഫസ്റ്റ് ഓഫ് ഓൾ ദേ ആർ നോട്ട് ദ നമ്പർ 1 മോൾ. പുള്ളിയുടെ ഒരു ബിലീവാണ്, വി ആർ ദ നമ്പർ 1 മോൾ, വി ഹാവ് എ ബിഗ് മോൾ, വി ഹാവ് ദ പാർക്കിംഗ് ഫെസിലിറ്റി, വി ഹാവ് ദ റോഡ്. സോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണം. ഈ ഒരു ആറ്റിറ്റ്യൂഡ് വരുമ്പോൾ തന്നെ അവര് പിന്നോട്ട് പോയി തുടങ്ങിക്കഴിഞ്ഞു. വേറെ വലിയ പ്ലേയേഴ്സ് മുമ്പോട്ട് വരും. നമ്മൾ നമ്പർ 1 ആയിരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കൂടുതൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ ആ സ്ട്രഗിളിനെ നേരിടാൻ നോക്കുന്നത്. നമ്മൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് പോകുമ്പോഴാണ് നമ്മൾ ഇതിനേക്കാളും നല്ലത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാൻ നമുക്ക് സമയം കിട്ടുന്നതും നമുക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുന്നതും നമ്മൾ നല്ല രീതിയിൽ പോകുമ്പോഴാണ്, സക്സസ്ഫുൾ ആയിട്ട് പോകുമ്പോഴാണ്. അപ്പം സക്സസ്ഫുൾ ആയി നിൽക്കുമ്പോഴാണ് വാട്ട് ക്യാൻ ഐ ഡു ഈവൻ ബെറ്റർ എന്ന് ചിന്തിക്കേണ്ടത്. ഏറ്റവും നല്ല രീതിയിൽ പോകുമ്പോഴാണ്. ഞാൻ എൻ്റെ കരിയറിൽ 2004 വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കണം ദുബായിൽ. പെട്ടെന്ന് എനിക്കൊരു ഓഫർ വന്നത് ബഹ്റൈനിലേക്ക് പോകാമോ. വലിയ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് പുതിയ കാര്യമൊന്നുമില്ല. ഞാൻ നോക്കിയാൽ ദുബായിൽ ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തു. ഈ ബ്രാൻഡിൽ എനിക്ക് ചെയ്യാവുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത് ഒരു ലാറ്ററൽ മൂവാണ്. നമ്മുടെ ഒരു കരിയർ ഗ്രോത്ത് മുമ്പിൽ കാണാൻ പറ്റണം എപ്പോഴും. ഇനി ഇതേ ബ്രാൻഡിൽ അല്ലെങ്കിൽ ഇതേ കൺട്രിയിൽ നിന്നിട്ട് ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഒരു ലാറ്ററൽ, ഒരു സൈഡിലേക്കുള്ള ഒരു മൂവ്മെന്റ്. സാമ്പത്തികമായിട്ട് വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ലായിരുന്നു. നിറയെ ഫ്രണ്ട്സുമായിട്ട് ദുബായിൽ അടിച്ചു പൊളിച്ച് വളരെ രസകരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫാണ്. പെട്ടെന്ന് ദിവസം ഞാൻ തീരുമാനിച്ചില്ല, നോ ഐ നീഡ് എ ചേഞ്ച്. അതെപ്പോഴാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ സക്സസ്ഫുൾ ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴേ എനിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ബഹ്റൈനിൽ ഒരു ഓപ്പർച്യൂണിറ്റി, ഞാൻ വരുന്നു എന്ന് പറഞ്ഞു, നേരെ അടുത്ത ഫ്ലൈറ്റിൽ കയറി ബഹ്റൈനിൽ ചെന്നിറങ്ങുകയാണ്. അത് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലാത്ത ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു സൂപ്പർ മാർക്കറ്റുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ലുലുവിനെ പറ്റി പറഞ്ഞത്. അത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ബ്രാൻഡാണ്. ഇപ്പൊ ലുലുവിൽ ഒരാൾ പോകുന്നത് അതിന്റെ യൂസഫലിക്ക അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പേരിലാണോ, അതോ ലുലു എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്ക് തരുന്ന സൗകര്യങ്ങളുടെ പേരിലാണോ, അല്ലെങ്കിൽ അവിടെ പോയാൽ നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ബ്രാൻഡുകളും കിട്ടുന്ന കരുതിയിട്ടാണോ? എങ്ങനെയാണ് അത് സക്സസ്ഫുൾ ആവുന്നത്? പല കാര്യങ്ങളും ഉണ്ടാണ് ഇതിൽ, എല്ലാം ഉണ്ട്. ഒരിക്കലും യൂസഫിക്കയോടുള്ള ബ്രാൻഡ് അത് അങ്ങനെ ഇഷ്ടം കൊണ്ടിട്ടതല്ല. ലുലു പോയാൽ എല്ലാം കിട്ടും, എവറിത്തിങ് ഇൻ വൺ പ്ലേസ്. അതാണ് ഈസി ടു ഷോപ്പ്. ഈസി ടു ഷോപ്പ് എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമുക്ക് ഒരു സ്ഥലത്ത് പോയാൽ എല്ലാം ഒരേപോലെ കാണാം. നമ്മൾ ചില സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അവിടെ എല്ലാ പ്രോഡക്റ്റും ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഇത് വെച്ചിരിക്കുന്ന ഓർഡർ പോലും നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവണമെന്നില്ല. അത് സൂപ്പർ മാർക്കറ്റിലെന്നല്ല, റീറ്റെയിൽ സ്റ്റോറിലായാലും ഫാഷൻ സ്റ്റോറിലായാലും. ഒരു ഫാഷൻ സ്റ്റോറിൽ പോലും നമ്മൾ പോകുമ്പം നമ്മൾ എന്ത് കാണുന്നു എന്നുള്ളതാണ്. നമ്മൾ കാണുന്നതിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും.
നമ്മൾ എന്ത് കാണുന്നു എന്ന് ആക്ച്വലി ഡിസൈഡ് ചെയ്യുന്നത് ഇതിന് പിന്നിലെ ഡിസൈനേഴ്സും മെർച്ചൻഡൈസും വേറെ ഒരുപാട് പേരാണ്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ഒരു പ്രൊഡക്റ്റ്, ഈ ഫാഷൻ, ഈ പ്രൊഡക്റ്റ് ഇത് കൊള്ളാമല്ലോ എന്ന് തീരുമാനിക്കും. പക്ഷെ അത് അവിടെ ആ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്യണം തീരുമാനിച്ചിരിക്കുന്ന വേറെ കുറച്ച് ആൾക്കാരാണ്. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും നോക്കിയിട്ട്, അല്ലെങ്കിൽ അതൊരു ബെസ്റ്റ് സെല്ലർ ആണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ട്. നമ്മൾ റീറ്റെയിലിൽ ഞങ്ങൾ പറയുന്ന ഒരു വേർഡ് ഉണ്ട്, 80-20 പ്രിൻസിപ്പിൾ എന്ന് പറയും. ഇപ്പോൾ ഒരു 100 ഓപ്ഷൻസ് വാങ്ങിച്ചാൽ അതിലെ 80% ഓഫ് ഓപ്ഷൻസും വിൽക്കണമെന്നില്ല. ഈ 20% ആണ് ബെസ്റ്റ് സെല്ലർ. ഈ 20% നിന്നാണ് ഈ പ്രോഫിറ്റും ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. മനസ്സിലല്ലേ? അപ്പോൾ ഈ ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് ഇങ്ങനെ സ്ഥിരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക, ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുക, ഇത് ഫ്രണ്ടിലേക്ക് ഡിസ്പ്ലേ ചെയ്യുക, ഇതൊക്കെയാണ് ഈ സ്റ്റോറിലെ സ്റ്റാഫിന്റെ ജോലി, ഇന്റലിജന്റ് ആയിട്ടുള്ള. അപ്പൊ ഒരു കസ്റ്റമർ ജേണി, ഒരു സ്മാർട്ട് റീറ്റെയിലർ ഒരു കസ്റ്റമർ ജേണി തീരുമാനിക്കും. കസ്റ്റമർ എൻ്റർ ചെയ്യുമ്പോൾ അയാൾ എന്താണ് ആദ്യം കാണേണ്ടത്, അയാൾ ഏതുവഴി നടന്നാൽ. ആക്ച്വലി ഞാനൊക്കെ ഒരു സ്റ്റോറിൽ പോകുമ്പോൾ ഞാനിങ്ങനെ നടന്നു നോക്കും, എന്തൊക്കെയാണ് കാണുന്നത്. അപ്പൊ നമ്മളായിരിക്കും, അതൊരു 3 മാസം ഓൾഡ് ആയ പ്രോഡക്റ്റ് അല്ലേ, അതെന്തുകൊണ്ടാണ് അവിടെ ഡിസ്പ്ലേയിൽ ഇരിക്കുന്നത്, അത് മാറ്റൂ, കഴിഞ്ഞ ആഴ്ച വന്ന ആ പ്രോഡക്റ്റ് ഫ്രണ്ടിലേക്ക് വെക്കൂ. കാര്യം എല്ലാ പ്രോഡക്റ്റും എല്ലായിടത്തും ഡിസ്പ്ലേയിൽ വരുന്നില്ലല്ലോ. അപ്പൊ ഈ ഒരു ജേണി തീരുമാനിക്കാനും എന്താണ് ആൾക്കാർക്ക്, അതിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള സാധനങ്ങളാണ് വിൽക്കേണ്ടത്. അല്ലാതെ നമ്മൾ പഴയ ഒരു തോട്ടുണ്ട്, പോകാത്ത സാധനങ്ങൾ ഫ്രണ്ടിൽ വെച്ചാൽ ആ ബ്രാൻഡ് വാല്യൂ പോവും, ആ ബ്രാൻഡേ പോവും. മനസ്സിലല്ലേ? വിൽക്കാത്ത സാധനം അങ്ങനെയാണല്ലേ? ഇറ്റ്സ് എ ഡോഗ്. അതെ. അങ്ങനെയുണ്ടല്ലേ ശരിക്ക്? വിൽക്കാത്ത സാധനം എടുത്ത് മാറ്റുക, പിന്നെ അത് റൈറ്റ് ഓഫ് ചെയ്ത് കളയുക, അതൊക്കെയാണ്. വിൽക്കുന്ന ഞാന് സാധനം കൂടുതൽ. ഇപ്പൊ ഞാൻ വലിയ ബ്രാൻഡ് ഒന്നല്ല, പക്ഷെ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ചെയ്യാറുണ്ട്. ഇപ്പൊ എനിക്കറിയാം വ്യൂ കിട്ടുന്ന വീഡിയോ ഏതൊക്കെയാണെന്ന്, പക്ഷെ എനിക്ക് അതെ. വേറെ ചില വീഡിയോയ്ക്കും കൂടെ വ്യൂ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇത് പ്രേക്ഷകർക്ക് വേണ്ടാത്തായിരിക്കും. ആ പക്ഷെ ഞാനത് അങ്ങനെയല്ല. ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് കൊടുക്കാൻ മേലെ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യും. പട്ടി പോലും തിരിഞ്ഞു നോക്കൂല. അതാണ്. എനിക്കിത് ലൈഫിൽ ഞാനൊരിക്കൽ പണ്ട് UAE ബഹ്റൈനിലേക്ക് വിസിറ്റിന് പോകുമ്പോൾ, ഒരു ബ്രാൻഡിനായിട്ട് വിസിറ്റ് പോകുമ്പോൾ, ഒരു ദിവസം ഒരു സ്റ്റോർ മാനേജർ വളരെ ബുദ്ധിപരമായിട്ട് പുള്ളിയുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് കുറെ വേഴ്സ് സെല്ലേഴ്സ് ഒക്കെ ഫ്രണ്ടിൽ എൻട്രൻസിൽ മൊത്തം ഞാൻ ഇതെന്താ സംഭവം സാർ, ഇതൊന്നും വിൽക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ ട്രൈ ചെയ്താൽ പോയി. ആൾക്കാര് വഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഷോപ്പ് കാണുമ്പോൾ അവർക്ക് അട്രാക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും തോന്നിയിട്ട് അകത്തോട്ട് കയറണം. അപ്പൊ അവിടെ നിങ്ങൾ ഏറ്റവും മോശമായ ഒരു സാധനം കൊണ്ടുവച്ചാൽ, ഇപ്പൊ മോശം എന്ന് പറയുന്നത് വിൽക്കുന്നില്ല എന്നുള്ള, ഇപ്പൊ ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ വന്നിട്ട് സാറയിലൊക്കെ ആണെങ്കിൽ എത്ര പ്രാവശ്യം ഒരു ഐറ്റം ട്രൈ ചെയ്തു എന്ന് അവർക്ക് അറിയാൻ പറ്റും. അല്ല, എത്ര പ്രാവശ്യം ഇത് സാറയുടെ ഫിറ്റിംഗ്. പറഞ്ഞോട് ഞാൻ വീണ്ടും ചോദിക്കണേ, ഈ സാറയുടെ അകത്ത് കയറുമ്പോൾ അത് വെൽ ഓർഗനൈസ്ഡ് ഷോറൂമുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ, അങ്ങനെയാണോ തോന്നുന്നത്? അതോ കുറേ സാധനം ഇങ്ങനെ ഉള്ളത് പോലെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നുന്നുണ്ടോ? എങ്ങനെയാ സാറയുടെ ഉള്ളിൽ കിടക്കുമ്പോൾ എന്താ ഫീൽ എന്താ? സാറയിലും H&M ഒക്കെ ടെക്നോളജി ഭയങ്കരമായിട്ട് ഞങ്ങൾ ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. സാറ ഞങ്ങളുടെ ബ്രാൻഡ് അല്ല. സാറയിലെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സാറാണ് ഏറ്റവും കൂടുതൽ ടെക്നോളജി ലേറ്റസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇത്. സാറയിൽ ഇപ്പൊ റോബോട്ട്സ് ആണ്. നിങ്ങൾ ഇ-കോമേഴ്സിൽ കയറി ക്ലിക്ക് ആൻഡ് കളക്ട് പിക്ക് ചെയ്തിട്ട് ഓർഡർ ചെയ്തിട്ട് സ്റ്റോറിൽ പോയി കളക്ട് ചെയ്യാൻ തീരുമാനിച്ചു. സ്റ്റോറിൽ പോകുമ്പോൾ ആക്ച്വലി ഒരു ഹ്യൂമൻ ഇന്ററാക്ഷൻ ഇല്ല, അവിടെ ഒരു റോബോട്ടാണ് അത് പിക്ക് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. നമ്മൾ അവിടെ ചെന്ന് എടുത്തോണ്ട് പോയാൽ മതി. സാറയില് ഇപ്പൊ പ്രോഡക്ട്സ് വളരെ കുറവാണ് ഫ്ലോറിൽ. എന്താന്ന് വെച്ചാൽ ഇത് അല്ല, റീറ്റെയിൽ പക്ഷെ ഇപ്പൊ ഒരു ചെന്ന് കയറുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര എന്തോ പോലെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായി തോന്നില്ലേ? ഇതൊന്ന് എങ്ങനെ ചൂസ് ചെയ്യും? ഓൺലൈൻ ഷോപ്പിംഗ് ഭയങ്കര ഈസിയാണ്, പക്ഷെ നേരിട്ട് സ്റ്റോറിൽ ഇപ്പൊ ഓൺലൈനിന്റെ H&M അതേ എനിക്ക് അങ്ങനെ ഫ്ലോ. പേഴ്സണലി തോന്നിയിട്ടുണ്ട്. H&M നിറയെ സാധനങ്ങൾ, എന്താണ് ഇതിൽ നിന്ന് ചൂസ് അതെ, ചെയ്യാന്നുള്ളത്. അതൊരു പഴയ സ്റ്റൈലാണ്. അത് നല്ലൊരു ഒബ്സർവേഷൻ ആണ്. ആക്ച്വലി ഓൺലൈനിലെ അതേ ഫ്ലോറിലും വേണമെന്നും ഓഫ്ലൈനിലും വേണമെന്നും, ഓഫ്ലൈനിൽ കുറവായിരിക്കണം പ്രൊഡക്റ്റ് എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് തിയറീസ്. അപ്പൊ സുനിതയുടെ ഒബ്സർവേഷൻ വളരെ കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന പറഞ്ഞാൽ ഈ ടെക്നോളജി ഇൻവെസ്റ്റ് ചെയ്തിട്ട്, പണ്ട് ഒരു കസ്റ്റമർ വന്നിട്ട് ഒരു സൈസ് കിട്ടിയില്ലെങ്കിൽ അത് അവിടെ ഇല്ലെങ്കിൽ അറിയാൻ വേറെ മാർഗ്ഗമില്ല. അല്ലെങ്കിൽ അകത്ത് എന്തോ പോയി ചെയ്യണം. സ്റ്റോക്ക് റൂമിൽ ഇപ്പൊ ഒരുപാട് ബോക്സ് എടുത്തു, അപ്പൊ മാക്സിമം കുത്തി നിറയ്ക്കുക എന്നുള്ളായിരുന്നു ഒരു പഴയ റീറ്റെയിൽ സ്റ്റൈൽ. ഇപ്പൊ അതല്ല. ഇപ്പോ ഒരു അടിച്ചിട്ട് സൈസ് ഇല്ലെങ്കിൽ അവിടെ സ്റ്റോർ മാനേജറുടെ മൊബൈലിൽ മെസ്സേജ് വരും, ഈ ഫ്ലോറിൽ ഈ സൈസ് ഇല്ല, അകത്തിരിപ്പുണ്ടെന്ന് മെസ്സേജ് വരും. അങ്ങനെ ടെക്നോളജി ഉണ്ട്. RFID ഒക്കെ വന്നിട്ട് ഈ സ്റ്റോറിലുള്ള ഫുൾ സ്റ്റോക്ക് സ്കാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് സ്റ്റോക്ക് ഫയലുണ്ട്. സ്റ്റോക്ക് റൂമിൽ എന്തായിരിക്കാണ്, സ്റ്റോറിൽ എന്തൊക്കെയായിരിക്കുന്നത്, ഫ്ലോറിൽ എന്തൊക്കെയാണെന്ന് അറിയാം. അപ്പൊ സ്റ്റോറിൽ സുനിത പോകുന്നു, സൈസ് 12 ആണ് വേണ്ടത്, സൈസ് 12 അവിടെ ഇല്ല. ഇത് ചെക്ക് ചെയ്യുന്ന അതേ നിമിഷം പുള്ളിക്ക് അവിടെ റിപ്പോർട്ട് കിട്ടും, ഇന്ന സൈസ് ഇല്ല. അപ്പൊ അവർക്ക് ഡെയിലി റിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ലോ ഹോൾഡിംഗ് പറ്റും. വളരെ കുറച്ച് സ്റ്റോക്ക് മതി ഫ്ലോറിൽ. ഇത് വിൽക്കുന്നതിനനുസരിച്ച് റിപ്ലനിഷ്മെന്റ് റിക്വസ്റ്റ് ഹോസ്റ്റ് ബ്രാൻഡിലേക്ക് പോകും. ഇപ്പൊ സ്വീഡനിലാണെങ്കിലും സ്വിറ്റ്സർലാൻഡിൽ എവിടെയാണ് അങ്ങോട്ട് പോകുന്നു, അവിടുന്ന് അടുത്ത ആഴ്ച അത് പ്ലെയിനിൽ മിസ്സിംഗ് സൈസസ് കയറുകയാണ്. അങ്ങനെയാണ് വിക്ടോറിയ സാറയുടെ സീക്രട്ടിൽ മോഡൽ. പക്ഷെ എനിക്ക് നേരെ തിരിച്ചായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളെ ഷോപ്പിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഏത് മനുഷ്യനും വേണ്ട സാധനം കണ്ണിൽ പെടുന്ന പോലെയാണ് അവരുടെ ഷോറൂം സെറ്റ് ചെയ്യുന്നത്. അതെ, അതെ, അതെ. ഭയങ്കര വിക്ടോറിയ ക്ലീൻ സീക്രട്ട് ക്ലാരിറ്റി.
അതെ അതെ, വിക്ടോറിയ സീക്രട്ട് വളരെ റീറ്റെയിലില് പഠിക്കേണ്ട ഒരു ബ്രാൻഡാണ് വിക്ടോറിയ സീക്രട്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് മറ്റു ബ്രാൻഡുകാർ കോപ്പി ചെയ്യുന്നു. നോക്കി പഠിക്കുന്നത്. അതെ, കോപ്പി ചെയ്യുന്നത്. അങ്ങനെ മനോരമ അവരുടെ പോലെ അവര് ആ മാധ്യമങ്ങൾ അതെ അതെ, അവരുടെ ഡിസ്പ്ലേ സ്റ്റാൻഡേർഡ്സ്, അവരുടെ സെല്ലിംഗ് സ്റ്റൈല്, പ്രോഡക്റ്റ് നോളജിന്റെ ട്രെയിനിങ്സ്, ഓരോ അവറിലും അവർ ഫ്ലോർ മാനേജ് ചെയ്യുന്നുണ്ട്. ആ, ആരൊക്കെ ഫ്ലോറിൽ നിൽക്കുന്നു, ഏതൊക്കെ സ്റ്റാഫ്, എവിടെയൊക്കെ കവറേജ് ഉണ്ട്, എവിടെയാണ് ആളില്ലാത്ത, ഇതൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അതനുസരിച്ച് സ്റ്റാഫിനോട് സംസാരിക്കാൻ, ഇന്ററാക്ട് ചെയ്യാനൊക്കെ ഉള്ള സിസ്റ്റം അവർക്കുണ്ട്. മറ്റേതൊക്കെയാ ആ, തുണി ബ്രാൻഡുകള്? ടോമി ഉണ്ടോ? ഏതൊക്കെയാ? ഏതാ നമുക്ക് ഉള്ളത്? അമേരിക്കൻ പേരൊക്കെ ഒന്ന്. ഈഗിൾ, ഡെബനംസ്, നെക്സ്റ്റ്, H&M, മദർ കെയർ, ഫാഷൻ ബ്രാൻഡ്സ് ഒരുപാടുണ്ട്. ആം, അലോയോഗ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഹോട്ട് ഇതാണ് അലോയോഗ എന്ന് പറയുന്നത്. ഒരു അമേരിക്കൻ യോഗ, നമ്മുടെ ഇന്ത്യൻ യോഗ കോൺസെപ്റ്റിനെ അമേരിക്കനൈസ് ചെയ്ത് അമേരിക്കൻ സെലിബ്രിറ്റീസ് വെയർ ചെയ്യുന്നു. യോഗയ്ക്ക് ഇടേണ്ട ഡ്രസ്സ്, വളരെ സ്ലിം ആയിട്ടുള്ള ബോഡി ഫിറ്റ് ഡ്രസ്സസ് ഭയങ്കര സൂപ്പർ ഹിറ്റാണ്. അത് ഇപ്പൊ ഇവിടെ പ്രത്യേക ഷോറൂം ആയിട്ടാണോ അതോ ഏതെങ്കിലും പ്രത്യേക ഷോറൂമാണ് അലോയോഗ എന്ന് പറയുന്നത്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ലോക്കൽ, നേരത്തെ നമ്മൾ പറഞ്ഞ പർദ്ദയിടുന്ന ലോക്കൽ സ്ത്രീകളാണ് ഇതിന്റെ മെയിൻ കസ്റ്റമേഴ്സ്. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത് സാറയുടെ ഡബിൾ ഒക്കെ വില വരും. പക്ഷെ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പേ കസ്റ്റമർ അവിടെ എത്തും. ആ, അത്രയ്ക്ക് ഡിമാൻഡാണ്. പിന്നെ ഷൂവിന്റെ ഒക്കെ നോക്കിയാലോ? ഇപ്പൊ സ്പോർട്സ് ഒക്കെ പോലെ ഏതാ നിങ്ങളുടെ ബ്രാൻഡ്? നമുക്ക് ഫുട് ലോക്കർ ഉണ്ട്, നൈക്കി, അഡിഡാസ് ഒക്കെ അതിൽ വരും. പിന്നെ നമുക്ക് മിലാനോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഇങ്ങനെ ഫുട്വെയറിൽ തന്നെ കുറെ, ന്യൂ ബാലൻസ് എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഉണ്ട്. മേക്കപ്പ് ബ്യൂട്ടി സെക്ഷനിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു മാക്, നിക്സ്, ഡെബനംസ് കോസ്മെറ്റിക്സ് ഉണ്ട്, പിന്നെ ഷാർലറ്റ് ടിൽബറി ഉണ്ട്. അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. റെസ്റ്റോറൻറ്റ്സ് കുറെ ഉണ്ട്. വേൾഡ് ക്ലാസ് റെസ്റ്റോറൻറ്റ്സ് ഞങ്ങൾ കുറെ മാനേജ് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ റെസ്റ്റോറൻറ്റ്, ചീസ് കേക്ക് ഫാക്ടറി എന്നതൊക്കെ അറിയായിരിക്കും. അത് മിഡിൽ ഈസ്റ്റിൽ എല്ലായിടവും ഉണ്ട്. പിന്നെ PF ചാങ്സ് അമേരിക്കൻ ബ്രാൻഡാണ്. ചൈനീസ് ഇൻട്രോ ബിസ്ട്രോ, അത് സക്സസ്ഫുൾ ആയിട്ട് നടത്തുന്നുണ്ട്. ടെക്സസ് റോഡ് ഹൗസ് എന്ന് പറയുന്ന ബ്രാൻഡുണ്ട്. അങ്ങനെ ഒരുപാട് ഫുഡ് ബ്രാൻഡ്സും ഒക്കെ നടത്തുന്നുണ്ട് വേൾഡ് വൈഡ്. ഇതൊക്കെ വേൾഡ് ക്ലാസ് അതേ സ്റ്റാൻഡേർഡ് ഇവിടെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് കസ്റ്റമർ വരാനുള്ള ഒരു അല്ല, കാര്യം. അത് ഞാൻ ചോദിക്കാൻ വന്നു. ഇപ്പൊ കൾച്ചറൽ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ കൾച്ചറൽ ഡിഫറൻസ് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഈ ബ്രാൻഡുകൾ എങ്ങനെയാ അമേരിക്കയിലും അല്ലെങ്കിൽ കാനഡയിലും ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യയിലും ഒക്കെ ഒരുപോലെ വിൽക്കുന്നത് എങ്ങനെയാ? അപ്പൊ ഈ കൾച്ചറൽ സെൻസിറ്റിവിറ്റിയും കൾച്ചറൽ ഡിഫറൻസും ഒക്കെ എങ്ങനെയാണ് മാച്ച് ആവുന്നത്? അതോ മനുഷ്യർക്ക് ബേസിക്കലി അടിസ്ഥാനപരമായി വേണ്ടതെല്ലാം ഒന്നാണോ? അടിസ്ഥാനപരമായിട്ട് എല്ലാ മനുഷ്യരും ഒന്നാണ്. ഫാഷൻ സെൻസ് ഒക്കെ എല്ലാ മനുഷ്യർക്കും ഏകദേശം ഒന്നാണ്. ഇതിനകത്ത് അഫോർഡബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. ചില കൾച്ചറിൽ നമുക്ക് ലോക്കലി അത് ധരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഭൂട്ടാനിലോ അല്ലെങ്കിൽ ഈ കേരളത്തില് ഇവിടെ ഇപ്പം മലയാളി സ്ത്രീകള് ഗൾഫിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ മിക്കവാറും അവർ നാട്ടിലേക്ക് പോകുമ്പോൾ അത് ഊരി വെച്ചിട്ടാണ് പോകുന്നത്. നാട്ടിലേക്ക് പോകുമ്പോൾ സാരി എടുത്തോട്ടോ ഒക്കെയാ പോകുന്നത്. അല്ലെങ്കിൽ ജീൻസും ടീഷർട്ടും വരെ ഇപ്പൊ എത്തിയിട്ടുണ്ട്. പണ്ടൊക്കെ മലയാളികൾ ഗൾഫിലേക്ക് ഒന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം സാരി ഉടുത്ത സ്ത്രീകളാണ്. ഇപ്പൊ സാരി വളരെ കുറഞ്ഞിട്ടുണ്ട്, ടോപ്പും ഇതൊക്കെ. പക്ഷെ ഷോർട്ട് സ്ലീവ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ വളരെ വളരെ കുറവാണ് ഇപ്പോഴും. ഇപ്പൊ കൾച്ചർ സെൻസിറ്റിവിറ്റി വിതിൻ ലോക്കൽ മാർക്കറ്റിൽ പോലും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ദുബായിൽ ലോങ് സ്കേർട്ട് കുറച്ച് കൂടുതൽ, ഷോർട്ട് സ്കേർട്സ് കുറച്ച് കൂടുതൽ വെക്കും. ഷാർജയിൽ അത്ര വെക്കണമെന്നില്ല. അപ്പൊ ഈ കൾച്ചറൽ സെൻസിറ്റിവിറ്റി അതുണ്ട് അവിടെ. ഈ വിതിൻ ലോക്കൽ മാർക്കറ്റ്സിൽ തന്നെ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. UK ഞാൻ ഒരിക്കൽ ഇപ്പൊ പീകോക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്, അവരുടെ ഒരു നമ്മൾ ചില ബ്രാൻഡ്സ് എടുക്കുമ്പോൾ ചില പ്രോഡക്ട്സ് ഡീറേഞ്ച് ചെയ്യേണ്ടി വരും. അത് ഈ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റത്തില്ല എന്ന് നമുക്കറിയാം. അവിടെ ഒരു ബ്രീഫിൽ, ലേഡീസ് ബ്രീഫിൽ എഴുതിയിരിക്കുക, വെൽ ഡൺ, യു ഹാവ് റീച്ച്ഡ് അണ്ടിൽ ഹിയർ. ഈ സാധനം ചിന്തിക്കാൻ പറ്റില്ല മിഡിൽ ഈസ്റ്റ് കൊണ്ടിരിക്കുക. യൂറോപ്പിൽ വെക്കുന്ന സാധനമാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ഇല്ല അതൊന്നും വേണ്ട, അതിനവർ വിളിക്കുന്നത് നോട്ടി തോങ്സ് എന്നാണ് വിളിക്കുന്നത്, തോങ്സ്. അപ്പം ഇതൊന്നും ഇവിടെ അറേഞ്ച് ചെയ്യരുത് നമ്മൾ പറയും. അങ്ങനെ സോക്സുകളിലും കൾച്ചറൽ ഇങ്ങനത്തെ കാണാലോ ഇവിടെ. സോക്സുകൾ ഇങ്ങനത്തെ ഭയങ്കര അതെ രസകരമായ. അതെ, കമന്റ്സ് ഒക്കെ കാണാം. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളിലും യൂറോപ്പിലോ അമേരിക്കയിലോ കുറച്ചുകൂടെ ഓപ്പൺ ആണ്. അപ്പൊ ഈ ഇവിടെ ബ്രാൻഡുകള് അത് വേറെ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രോഡക്ട്സ് ഇറക്കാറുണ്ട്. ഈ ബ്രാൻഡ് ഹോസ്റ്റ് ബ്രാൻഡുകൾ ഒരു ഡിസൈൻ ഉണ്ടാക്കുമ്പം അത് അതിന്റെ എല്ലാ ഫ്രാഞ്ചൈസി കൺട്രീസിലും ഇത് ഇന്ന പ്രോഡക്ട്സ് ഉണ്ടാകും. പിന്നെ അവിടുന്ന് എന്തൊക്കെ വാങ്ങിക്കണം, എന്തൊക്കെ ഡീറേഞ്ച് ചെയ്യണം എന്നുള്ളത് അത് ഫ്രാഞ്ചൈസിയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ഫീഡ്ബാക്ക് കൊടുക്കുക, ഇന്ന ഒരു പ്രോഡക്റ്റ് റേഞ്ച് വന്നിരുന്നു, അത് ആക്ച്വലി ഇവിടെ കൾച്ചറലി പറ്റുന്നതല്ല,
എന്ന് പറയും. അപ്പൊ ആ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ചായിരിക്കും അടുത്ത തവണ വാങ്ങിക്കുന്നത്. ഞാനിപ്പോ ചോദിക്കാൻ സീസൺ, കാര്യം ഞാൻ അതുപോലെ സീസണൽ തിക്നെസ് ഒക്കെ നോക്കേണ്ടി വരും. ട്രിവാൻഡ്രത്ത് ലുലു മാളിൽ പോയപ്പോഴേ ഈ കടകളുടെ പേരൊക്കെ ഇതുപോലെ ബ്രാൻഡഡ് നെയിം ആണെങ്കിലും അകത്ത് പ്രോഡക്ട്സ് ഭയങ്കര വ്യത്യാസമായിട്ട് തോന്നി. ഉള്ളതും അവിടെ ഉള്ളതും ഡിസൈനും എല്ലാം ഡിഫറൻസ് ഉണ്ട്. അത് ഇതില് കുറച്ച് ശരിയാണ്. ഞാന് ഈ നമ്മുടെ കൊച്ചി ലുലുവില് മദക്കേറുണ്ട്. ഒരു 2-3 വർഷം മുമ്പാണ് ഞാൻ അവിടെ ചെന്ന് കയറി. ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയി. അതായത് ഒരു 4-5 വർഷം മുമ്പ് മിഡിൽ ഈസ്റ്റില് വിൽക്കാതിരുന്ന പ്രോഡക്ട്സ് ഒക്കെ ആരോ വാങ്ങിച്ച് അവിടെ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്തിരിക്കുക. അപ്പൊ ഇത് നടത്തുന്ന ഇവരുടെ പ്രോഡക്ട്സ് പൊതുവെ ഉള്ളത് തന്നെയാണല്ലേ? അവരുടെ ഉള്ളത് പ്രോഡക്ട്സ് തന്നെയാണ്, തന്നെയാണ്. പ്രത്യേകമായിട്ട് അല്ലാതെ അവരുടെ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ബ്രാൻഡഡ് ഇതിൽ പറ്റത്തില്ല. അല്ലാതെ മിക്കവാറും എല്ലാ ബ്രാൻഡ്സിലും 100% അവരുടെ പ്രോഡക്ട്സേ പറ്റൂ. ചില ബ്രാൻഡ്സിൽ നമ്മൾ 5% ലോക്കൽ പർച്ചേസ് ഒക്കെ ചില കൺട്രീസിൽ അത്യാവശ്യമാണെങ്കിൽ ചില ഹോസ്റ്റ് ബ്രാൻഡുകൾ അംഗീകരിക്കാറുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ച എല്ലാ ബ്രാൻഡിലും ആ ബ്രാൻഡഡ് പ്രോഡക്ട്സേ പറ്റൂ. മദക്കെയറിൽ ഞാൻ പറഞ്ഞില്ല, മദക്കെയർ ഇന്ത്യയിൽ ഞാൻ പോയപ്പോൾ ഞാൻ ഞെട്ടിയത് ഇവിടുന്ന് 3 years ബിഫോർ നമ്മൾ റിമൂവ് ചെയ്ത പ്രോഡക്ട്സ് ഒക്കെ. അപ്പൊ അവർക്ക് അത് അറിയാത്തതുകൊണ്ടാണ്. അവിടെ അത് നടത്തുന്ന ഗ്രൂപ്പിന് അത് അറിയാത്തത് കൊണ്ടാണ് അവര് അത് നടത്തി അത് പുട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ചില മാർക്കറ്റുകൾ ഇത് ഫെയിൽ ആവുന്നത്. നമ്മള് മെഴ്സിഡസ് ബെൻസ് ഇന്ത്യയിൽ ആദ്യം ഇറങ്ങിയപ്പോഴത്തേക്ക് ഇന്ത്യക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഏറ്റവും പഴയ മോഡലുകളൊക്കെ അവരവിടെ ലോഞ്ച് ചെയ്തത്. അപ്പൊ അതൊന്നും വിറ്റില്ല. ഇന്ത്യക്കാരന് വേണ്ടിയിരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ലക്ഷറി മോഡലായിരുന്നു. ഇന്ത്യക്കാരന്റെ പൈസ ഉണ്ട്. ഇപ്പൊ തിരിച്ചാക്കിയപ്പോഴത്തേക്ക് കാര്യങ്ങൾ സ്മൂത്തായി. അപ്പോ മാർക്കറ്റിനെ മനസ്സിലാക്കണം. ഓരോ അല്ല, മാർക്കറ്റിന്റെ പക്ഷെ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ആ, ഓരോ ബ്രാൻഡ് അതാത് സ്ഥലത്ത് ഏത് ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ആരാണ് നടത്തുന്നതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടോ? ഇപ്പൊ കേരളത്തിലെ KFC കുറച്ച് എരിവ് കൂടുതലില്ലേ, സ്പൈസസ് വ്യത്യാസമില്ല, അത് ചില സ്വന്തം വ്യത്യാസം സ്വന്തം മാറ്റുന്നതാണോ അതോ KFC-യുടെ കൊടുക്കുന്നതാണോ? അല്ലല്ല. ഹോസ്റ്റ് ബ്രാൻഡിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യയിൽ പോയിട്ട് മെക്ഡൊണാൾഡ്സ് കഴിച്ചാൽ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അത് കുറച്ച് അവർ ലോക്കലൈസ് ചെയ്യുന്നതാണ്. അത് അപ്രൂവലോടുകൂടി മെക്ഡൊണാൾഡ്സിന്റെ ഈ ക്ലാസിക് ബർഗർ ഇന്ത്യയിൽ വിറ്റാൽ പറ്റത്തില്ല. ഇന്ത്യക്കാരന് സ്പൈസി വേണമെന്ന് അവരുടെ ഒരു തെറ്റിദ്ധാരണയിൽ അവരതിൽ അല്പം മഞ്ഞളും മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കുന്നതാണ്. അത് കഴിച്ചാൽ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല അത്. അല്ല, അപ്പൊ അത് കുറെയൊക്കെ എങ്ങനെയാണ് ഈ ബ്രാൻഡ് എങ്ങനെയാ അതിൽ കോംപ്രമൈസ് ചെയ്യുന്ന എവിടെയാ? ഇപ്പൊ മക്ഡൊണാൾഡ്സ് എടുത്ത ഇന്ത്യയിലെ വലിയ ഒരു ഗ്രൂപ്പ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ടാറ്റ പോലെ ഒരു ഗ്രൂപ്പ് ഉം, ഹോസ്റ്റ് ബ്രാൻഡിനോട് പറയും ഞങ്ങൾക്ക് ചില പ്രോഡക്ട്സ് ലോക്കലൈസ് ചെയ്യണം എന്ന് പറയും. ഉം. അങ്ങനെ അവർ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് അവിടെ. ആ, അല്ലാതെ നമ്മൾ കേരളത്തിലെ KFC-യുടെ കാര്യം പറഞ്ഞു. അത് നടത്തുന്ന ലോക്കൽ ഓപ്പറേറ്റർ. ഇപ്പോ ലോക്കൽ ഓപ്പറേറ്റർ എന്നുള്ള വളരെ കീ ആണ്. ഫോർ എക്സാമ്പിൾ പിസ്സ ഹട്ട് ദുബായിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് എനിക്കിവിടെ ഖത്തറിൽ കിട്ടാറില്ല. ലോക്കൽ ഓപ്പറേറ്റർ വേറെയാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റർനാഷണൽ ബ്രാൻഡ്സിനൊക്കെ ഉള്ള ഒരു ഗുണം, ഈ KFC-യുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഗുണം എന്ന് പറഞ്ഞാൽ അവർ ക്വാളിറ്റിയിൽ ഇൻസിസ്റ്റ് ചെയ്യും. അവർ നമ്മൾ എങ്ങനെ പ്രോഡക്റ്റ് വിൽക്കണമെന്നില്ല, ലാസ്റ്റ് മൊമെന്റ് വരെ എങ്ങനെ അണ്ടിൽ ഇറ്റ് ഗോസ് ഔട്ട് ഓഫ് ദി ഡോർ അവര് തീരുമാനിക്കും. അങ്ങനെയുള്ള ഹൈ എൻഡ് ബ്രാൻഡ്സിൽ അവിടെ ഈ പറഞ്ഞ ക്വാളിറ്റി കോംപ്രമൈസ് ഒന്നും നടക്കത്തില്ല. എനിക്ക് ഓർമ്മയുണ്ട് നാട്ടിൽ KFC-യിൽ ഒരിടത്ത് ഫുള്ളി കുക്ക്ഡ് അല്ല. അത് എനിക്ക് തോന്നുന്നു ലോക്കൽ ഓപ്പറേറ്റർ റെഫ്രിജറേഷന്റെ കാശ് ലാഭിക്കാനായിട്ട് നോക്കിയത്. അത് നടക്കത്തില്ല. അത് എന്നാണോ അങ്ങനെ ഒരു കാര്യം പിടിക്കുന്നത് അന്ന് അയാളുടെ ഫ്രാഞ്ചൈസി അവർ ക്യാൻസൽ ചെയ്യും. അല്ല, അത് ഈ ഒരു പിന്നെ ഈ ബ്രാൻഡിൽ അർത്ഥമില്ലല്ലോ. നമ്മള് ചിക്കൻ അതെ. 65 പോരെ, എന്തിനാണ് KFC എന്നുള്ളത് വരുന്നത്? അതാണ് 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 അപ്പോ ഫ്രാഞ്ചൈസി പാർട്ണർ എന്നുള്ളത് വലിയൊരു ഇതാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു കമ്പനി ഇത്ര ഇതാണ്. ഞങ്ങൾ ഈ 19 കൺട്രീസിൽ വേൾഡിലുള്ള ഏറ്റവും നല്ല ബ്രാൻഡുകളുടെയൊക്കെ വിശ്വസ്തരായ ഒരു ഫ്രാഞ്ചൈസി പാർട്ണറാണ്. ബിക്കോസ് അവിടെ നടത്തുന്നതിനെ എന്തുകൊണ്ടാണ്? അതായത് എന്തൊക്കെയാണ് നിങ്ങളുടെ ക്വാളിറ്റി? അവരുടെ എന്തുകൊണ്ട്? വാല്യൂസ് എന്തൊക്കെയാണോ അത് അതേപോലെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ആ വാല്യൂ സിസ്റ്റം മനസ്സിലാക്കിയിട്ട് അത് അതേപടി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരിത്. അതുകൊണ്ടാണ് അത്രയും വിശ്വസ്തരമായ പാർട്ട്ണർഷിപ്സ് ഒക്കെ ഉണ്ടാവുന്നത്. ഉം. അപ്പൊ ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഈ ബ്രാൻഡിന് എന്താണ് വേണ്ടതെന്നുള്ളത്, പിന്നെ അത് അതെ അതുപോലെ തന്നെ അവരുടെ ആ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യാൻ ശ്രമിക്കും. അപ്പോ അതെ അതിനപ്പോ കൂടുതൽ തൊഴിലാളികളോ അല്ലെങ്കിൽ സമയമോ എനർജിയോ ഒക്കെ പൈസയൊക്കെ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് ബ്രാൻഡ് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ലാഭം തരുമോ അതോ ഒരേപോലെ ആയിരിക്കും അവര് ഫിക്സ് അല്ല, ചെയ്തത്? ലാഭം നമ്മൾ മിക്കവാറും ഈ ബ്രാൻഡ് ഫ്രാഞ്ചൈസി ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്കൊരു റോയൽറ്റി കൊടുക്കുന്നതൊക്കെ ഉണ്ടാകത്തുള്ളൂ ഇയർലി. ബാക്കിയെല്ലാം ലോക്കലാണ്. നമ്മൾ നടത്തി നഷ്ടം വന്നാലും നമുക്കാണ് നഷ്ടം, ലാഭം വന്നാലും നമുക്കാണ് നഷ്ടം. അവർക്ക് എത്ര ശതമാനം എന്നുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാവും, അതേ ഉണ്ടാകത്തുള്ളൂ. ഉം. ബാക്കി അപ്പൊ നന്നായി നടത്തിയാല് ഈ കമ്പനിക്ക് ഭയങ്കര ആ ലാഭമാണ്. ആ എത്ര അതെ, നന്നായി നമ്മൾ അഫീസോട് നന്നായി ബ്രാൻഡുകൾ നമ്മൾ കൊണ്ടുവരുന്നത് നന്നായി നിങ്ങൾക്കാണ് അതിന്റെ ഗുണം, അല്ലെ? കമ്പനി. അതെ 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 അതെ. ബാക്കി ഹോസ്റ്റ് ബ്രാൻഡിലേക്ക് പോകുന്ന ചെറിയൊരു പെർസെന്റേജ് ആണ് ആക്ച്വലി. അത് വേൾഡ് വൈഡ് ആകുമ്പോൾ അവർക്കതൊരു വലിയൊരു എമൗണ്ട് ആണ്.
നമ്മൾ അവരുടെ നിന്ന് മിക്കവാറും പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു. ചില കേസിലൊക്കെ പ്രോഡക്റ്റ് ഇപ്പൊ ചൈനയിലാണ് ഓർഡർ ചെയ്യുന്നതെന്ന് കരുതുക. ഹോസ് ബ്രാൻഡ് ചൈനയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ചൈനയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഡയറക്റ്റ് ഡെലിവറി, വെറുതെ UK വരെ പോകണ്ട, നമ്മൾ ഡയറക്റ്റ് നമുക്ക് ദുബായിൽ ജബലാലി വന്നിട്ട് ഇത്. അപ്പോ കൺട്രി വൈസ് ചില ഫ്രാഞ്ചൈസീസ് ചെയ്യുന്നുണ്ട്. കൺട്രി വൈസ് ചില ക്വാളിറ്റി സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ യൂറോപ്യൻ സ്പെസിഫിക്കേഷൻ പ്രകാരം ഒരു പുഷെയറിന്റെ ക്ലോത്തിങ്ങിൽ ഫയർ റെസിസ്റ്റന്റ് ആയിരിക്കണം എന്നുണ്ട്. ഇന്ത്യയിൽ അതില്ല. അപ്പൊ ഇന്ത്യയിലെ സപ്ലയർക്ക് വേണമെങ്കിൽ പറയാം, ഇന്ത്യയിലേക്ക് ഉണ്ടാക്കുന്ന സാധനത്തിൽ ഈ ക്വാളിറ്റി വേണ്ടെന്ന് പറയാം സപ്ലയറോട്. അത്ര വലിയൊരു ബയർ ആണെങ്കിൽ, അവർ വലിയ ലാർജ് ക്വാണ്ടിറ്റീസ് മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ പറയാം. അല്ലെങ്കിൽ അത് ഫോൾഡ് ചെയ്യുമ്പോൾ ഇത്ര സെക്യൂരിറ്റി സിസ്റ്റം വേണമെന്നുണ്ട്, അപ്പൊ അതിൽ കുറയ്ക്കാം. അങ്ങനെ അത്ര വലിയൊരു പ്ലെയർ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ചെറിയ ആൾക്കാർക്ക് വേണ്ടി അവരങ്ങനെ കോംപ്രമൈസ് ഒന്നും ചെയ്യത്തില്ല. ഇപ്പൊ ടാറ്റയ്ക്ക് 100 അല്ലെ 1000 ബ്രാഞ്ച് ഉണ്ട്. ടാറ്റ പറയാണ് എനിക്ക് ഇന്ന യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എനിക്ക് മീറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ കോംപ്രമൈസ് ഉണ്ടായേക്കാം. ശരിക്കും ചെയ്യുന്ന ജോലി എന്താ? ഞാനോ ആം, മിക്കവാറും ദിവസങ്ങളിൽ ഷോപ്പിംഗ് മാളുകളിൽ പോവുക, ഓരോ സ്റ്റോർ വിസിറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു ഒബ്സർവ് ചെയ്യുക, സ്റ്റാഫുമായിട്ട് സംസാരിക്കുക, ഡയറക്റ്റ് ഏറ്റവും ഫ്രണ്ട് ലൈനേഴ്സുമായിട്ട് സെയിൽസ് സ്റ്റാഫുമായിട്ടൊക്കെ സംസാരിക്കുക, മിണ്ടുക, അവർക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങളെന്ന് നോക്കുക. അത് മനസ്സിലാക്കി തിരിച്ചു വന്നിട്ട് എംപ്ലോയീസിന് വേണ്ടിയുള്ള വെൽഫെയർ കാര്യങ്ങൾ, ബിസിനസ് ഡെവലപ്മെന്റിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വെളിയിലുള്ള മറ്റ് കമ്പനികളായിട്ട് ഡീൽ ചെയ്യുക. നാളെ തന്നെ രാവിലെ എനിക്ക് 9 മണിക്ക് ഒരു എക്സ്റ്റേണൽ കമ്പനിയായിട്ട് മീറ്റിംഗ് ഉണ്ട്, 10 മണിക്ക് വേറെ മീറ്റിംഗ് ഉണ്ട്, 12 മണിക്ക് വേറെ മീറ്റിംഗ് ഉണ്ട്, 3 തേർഡ് പാർട്ടി. അപ്പോൾ കൊളാബറേഷൻസ്, അങ്ങനെയുള്ള എക്സ്റ്റേണൽ മീറ്റിംഗ്സ് ചെയ്യുക. അങ്ങനെ ബട്ട് എസെൻഷ്യൽ മെയിൻ ലൈഫ് എന്ന് പറയുന്നത് സ്റ്റോർ വിസിറ്റ്, സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്, എന്ത് ഇമ്പ്രൂവ് ചെയ്യാം എന്ന് നോക്കുക. ഓരോ ദിവസവും പോയിട്ട് പ്രോഡക്റ്റ് ഇമ്പ്രൂവ്മെന്റ് അല്ല, അതിനൊക്കെ അതിൻ്റെതായ സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ട്. കൂടുതലും എംപ്ലോയി സൈഡാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എംപ്ലോയീസിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, കൂടുതൽ ട്രെയിനിങ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എംപ്ലോയീസിന് ലെഷർ ആക്ടിവിറ്റീസ്. ഞങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അടുത്ത ആഴ്ച ഞാനൊരു മീറ്റിംഗ് ചെയ്യുന്നുണ്ട്, ഒരു ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, വിമൻ എംപവർമെന്റ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള, എൻ്റെ ഒരു പ്രീവിയസ് ലൈഫിൽ അത്യാവശ്യം കമ്മ്യൂണിസവും അതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്, കോർപ്പറേറ്റ് വേൾഡിൽ സിഇഒമാരൊക്കെ നമ്മുടെ ഈ രാഷ്ട്രീയ ഇന്ത്യയിലെ പൊളിറ്റിക്സിലൊക്കെയുള്ള ലീഡേഴ്സിനേക്കാളൊക്കെ വളരെ ഡൗൺ ടു എർത്ത്. അവര് വളരെ സോഫ്റ്റ് ആണ്, ആൾക്കാരോട് കൂടുതൽ ഇടപെടാൻ ശ്രമിക്കുന്നവരാണ്, ഏറ്റവും ഡയറക്റ്റ് ഫ്രണ്ട് ലൈനേഴ്സുമായിട്ട് സംസാരിക്കുന്നവരായിട്ട്, ഏറ്റവും നമ്മൾ പറയുന്ന ഈ അണികളുമായിട്ട് ഡയറക്റ്റ് ഇൻ ടച്ച് ഉള്ളവരാണ് ഏറ്റവും സക്സസ്ഫുൾ സിഇഒസ്, ഡയറക്ടേഴ്സ് ഒക്കെ. അപ്പം അവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും ഫീഡ്ബാക്ക് കിട്ടുന്നത്. എന്തോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എന്താണ് പ്രശ്നം, എന്തുകൊണ്ട് ഈ പ്രശ്നം ഇങ്ങനെ നിൽക്കുന്നു. ഒരു ഇഷ്യൂ ഉണ്ടായാൽ ആദ്യം വിളിച്ച് സംസാരിക്കേണ്ടത് ഏറ്റവും താഴെ തട്ടിലെന്ന് നമ്മൾ പറയുന്ന സാധാരണ ഒരു സ്റ്റാഫായിട്ട് വിളിച്ചിട്ട് എന്താണ് പ്രശ്നം, അപ്പൊ നമുക്ക് അവിടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം നമുക്ക് എങ്ങനെ തിരുത്താൻ പറ്റും എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് കോർപ്പറേറ്റ് വേൾഡില് ഒന്ന് വിമൻ ഇക്വാലിറ്റിക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മിഡിൽ ഈസ്റ്റിൽ പല സ്റ്റോറുകളിലും പല മേഖലകളിലും ഫീമെയിൽ സ്റ്റാഫിങ് വളരെ കുറവായിരുന്നു. ഖത്തറിൽ എനിക്കിപ്പോ 43%, ഞങ്ങളുടെ 3000 എംപ്ലോയീസിൽ 43% ഫീമെയിൽ ആണ്. എന്റെ ടാർഗറ്റ് 50% ആക്കുക എന്നുള്ള. ഐ എം നോട്ട് ഹാപ്പി അണ്ടിൽ ഐ റീച്ച് 50%. പാർലമെന്റിന്റെ അതിനുവേണ്ടി സംവരണം വരുന്നതിന് മുമ്പ് ഇവിടെ നടപ്പാക്കി. അതെ, അതാണ്. പിന്നെ അടുത്തത് പ്രൊമോഷൻസിൽ ഇവർക്ക് ഈക്വൽ റൈറ്റ്സ് കിട്ടുന്നു, അവസരങ്ങൾ കിട്ടുന്നു എന്നുള്ള ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഈ ഇടയ്ക്ക് ഞങ്ങൾ ഒരു സർവേ, ആനുവലി ഞങ്ങൾ എംപ്ലോയി സർവീസ് നടത്തും. എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, എന്തൊക്കെയാണ്, വാട്ട് ആർ യു അൺഹാപ്പി അബൌട്ട് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഈ ഇടയ്ക്ക് ഒരു സർവേയിൽ ഞങ്ങൾ നോക്കിയപ്പം മെയിൽ പോപ്പുലേഷൻ ഇസ് മോർ ഹാപ്പിയർ ദാൻ ഫീമെയിൽസ്. ചെറിയ നാരോ ഡിഫറൻസേ ഉള്ളൂ, പക്ഷെ ആ നാരോ ഡിഫറൻസ് എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഫീമെയിൽ ഉള്ള ഒരു മീറ്റിംഗ് വിളിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്താണ് ഇതായിട്ട് വേണ്ടതെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെയുള്ള ആക്ഷൻ പ്ലാൻസ്, ഈ ഇക്വാലിറ്റി, നമ്മൾ നാട്ടിൽ ഇക്വാലിറ്റി സംസാരിക്കും, സോഷ്യലിസം. ഇക്വാലിറ്റി പറയാൻ വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ഒരു ആപ്പിൾ ഒരേപോലെ കൊടുത്താൽ ഇക്വാലിറ്റി ആയി. അതല്ലല്ലോ, നമ്മൾ ഇക്വിറ്റിയെ കുറിച്ച് സംസാരിക്കണം. ഇക്വിറ്റി, ഒരാൾക്ക് ചിലപ്പോൾ ആപ്പിൾ അലർജി ആയിരിക്കും, അപ്പൊ അയാൾക്ക് ഓറഞ്ച് ആണ് വേണ്ടെങ്കിൽ നമ്മൾ ഓറഞ്ച് കൊടുക്കണം. അപ്പൊ ഇവർക്ക് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞ് ഫീഡ്ബാക്ക് എടുത്തിട്ട് ഒരാളുടെ ഡെവലപ്മെന്റ് നീഡ് എന്താണ്. ഇപ്പൊ ഭൂട്ടാനിൽ നിന്ന് വരുന്ന ഒരു എംപ്ലോയിക്കുള്ള ഡെവലപ്മെന്റ് നീഡ് ആയിരിക്കത്തില്ല ശ്രീലങ്കയിൽ നിന്ന് വരുന്ന ഒരു എംപ്ലോയിക്കുള്ളത്. അവർ കൂടുതൽ ചിലപ്പോൾ വോക്കൽ ആയിരിക്കും.
അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഇക്വിറ്റിയെ കുറിച്ചും അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. അടുത്ത മാസം ഞങ്ങള് പിങ്ക് ടോബർ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് ക്യാമ്പയിൻ വളരെ മാസീവായിട്ട് നടത്തുന്നുണ്ട്. ഇവിടുത്തെ 2-3 ഹോസ്പിറ്റൽസുമായിട്ടൊക്കെ ചേർന്ന് മാമോഗ്രാഫി ക്ലാസ്സസ് അത് ഇത് ഫ്രീ ഒരു അവയർനെസ് സെഷൻസ് ചെയ്യുന്നുണ്ട്. ഇന്നലെ എന്നെ സുനിത വിളിച്ചപ്പോൾ ഞാൻ ബീച്ച് ക്ലീനപ്പിലായിരുന്നു. വേൾഡ് ബീച്ച് ക്ലീനപ്പ് വീക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഖത്തറിലെ ഒരു നോർത്ത് വെസ്റ്റിലുള്ള ഒരു 100 കിലോമീറ്റർ ഉള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു 200ഓളം എംപ്ലോയീസ് വന്ന് പല ബ്രാൻഡുകളിൽ നിന്ന് എല്ലാവരും കൂടെ ബീച്ച് ക്ലീൻ ചെയ്തു. എന്നിട്ട് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഒരു ചെറിയൊരു ക്ലാസ്സും ഒക്കെ വെച്ച്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മുടെ നാട്ടിലെ സാധാരണ കമ്പനികൾക്ക് ഇത് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടില് ഞാൻ കൊല്ലം ബീച്ചിൽ കഴിഞ്ഞാണ് പോയപ്പോഴത്തേക്ക് ഭയങ്കര ഡേറ്റിയാണ്. അത് കൊല്ലത്തെ കുറച്ച് ചെറിയ കമ്പനിക്കാർ വിചാരിച്ചാൽ മാറ്റാവുന്നേ ഉള്ളൂ. അവരുടെ എംപ്ലോയീസ് ആയിട്ട് ഒരു ദിവസം ഒരു ബീച്ച് ക്ലീനപ്പ് ഡേ എന്ന് പറഞ്ഞാൽ മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വലിയ വലിയ കമ്പനികൾ ചെയ്യുന്നുണ്ട്. ടാറ്റ പോലുള്ള കമ്പനികൾ CSR ആക്ടിവിറ്റീസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ലെവലിലേക്ക് അത് വന്നിട്ടില്ല. സാധാരണ നമ്മുടെ ഗവൺമെന്റ് ഓഫീസസിലിരിക്കുന്ന ആൾക്കാർക്ക് ഈ ആഴ്ച നമുക്ക് ഇന്ന പ്രോജക്റ്റ് ചെയ്യാൻ തീരുമാനിക്കാം. ഞങ്ങള് അടുത്ത ആഴ്ച ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ ഓഫീസിൽ തന്നെ. ഇവിടുത്തെ ഹമാദ് ഹോസ്പിറ്റലിലെ ടീം വരും. അവിടുത്തെ മീറ്റിംഗ് റൂംസ് എല്ലാം മാറ്റി ബെഡിട്ടിട്ട് എംപ്ലോയീസ് വന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും. ഇതൊക്കെ നമ്മുടെ ഓഫീസസിലൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഞങ്ങളുടെ ഓഫീസിൽ ഓഫീസ് ടൈമിനിടയിൽ തന്നെ പ്ലേ ഉള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ബില്യാർഡ്സ് കളിക്കാം, ചെസ് കളിക്കാം, ടേബിൾ ടെന്നീസ് കളിക്കാം, ഫൂട്ബോൾ നമ്മളെല്ലാം കൈ കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന അതുണ്ട്. പിന്നെ പാൻട്രിയിൽ എത്ര സമയം വേണേലും പോയി കളിക്കാം, ആരും ചോദിക്കത്തില്ല. ജോലി നടക്കണം, എന്തെങ്കിലും ജോലി പെൻഡിങ് ഉണ്ടെങ്കിൽ ആൾക്കാർ ചോദിക്കും. ഞാൻ പലപ്പോഴും ഓഫീസിൽ നടന്നു പോകും, ഇവിടെ പലരും നിന്ന് കളിക്കുന്നതാണ്. ഇയാൾ ഒരുപാട് കളിക്കുന്നൊന്നും ചോദിക്കും. അതൊക്കെ നാട്ടിലെ ഒരു കൾച്ചർ, അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല. വർക്ക് അവേഴ്സിൽ തന്നെ 8 to 5 നമ്മൾ ഫ്ലെക്സിബിൾ ആണ്. 8 to 5 വരാൻ 9 to 6 ആവാം, 7 to 4 ആവാം, 6 to 3 ആവാം. ഈ ചോയ്സ് എംപ്ലോയീസിന് കൊടുത്തിട്ടുണ്ട്. ഒരു കോർ അവേഴ്സിൽ എല്ലാവരും ഉണ്ടാവണം. അല്ലാത്ത അവേഴ്സ് ഇപ്പൊ നമുക്ക് വർക്ക് ചെയ്യേണ്ടവർക്ക് എന്തെങ്കിലും ഫാമിലി കാര്യങ്ങൾക്കുള്ളവർക്ക് ചെയ്യാം. 1-2 ദിവസം സിക്ക് ലീവിന് പോലും ഒരു മെസ്സേജ് അയച്ചാൽ മതി, സിക്ക് ലീവ് സർട്ടിഫിക്കറ്റ് വേണ്ട. അത് കഴിഞ്ഞാലാണ് സിക്ക് ലീവ് സർട്ടിഫിക്കറ്റ്. ഒരു അത്യാവശ്യമുണ്ട് ഫാമിലി. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നില്ല എത്ര അടുത്ത് പറ്റുമെന്ന്. കുട്ടിയെ പിക്ക് ചെയ്യാൻ ഓഫീസിൽ പോകണമെങ്കിൽ ഇവിടെ ഒരു വിഷയമില്ല. എനിക്ക് അത്യാവശ്യമാണ് കുട്ടിയെ പിക്ക് ചെയ്യണം, ഓഫീസിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞാൽ ആരും ഒന്നും പറയത്തില്ല. ആ ഒരു കൾച്ചറിലേക്ക് കോർപ്പറേറ്റ് വേൾഡ് മാറുന്നുണ്ട്, ഭയങ്കര സ്പീഡിൽ മാറുന്നുണ്ട്. ഇനിയും മാറണം, ഒരുപാട് മാറാനുണ്ട്. ഈ ഒരു സ്പീഡ് നമ്മുടെ മറ്റ് പഴയ നമ്മൾ പറയുന്ന പല സംവിധാനങ്ങൾക്കും ഇല്ല. നാട്ടിലൊക്കെ ഉള്ള പല സംവിധാനങ്ങളും ആ സ്പീഡിൽ മാറുന്നില്ല. നമ്മുടെ നാട്ടിലെ ഓഫീസസിലൊക്കെ പോയി കാണുമ്പോൾ, സെക്രട്ടേറിയറ്റിലൊക്കെ പോയി കണ്ടു കഴിഞ്ഞാല് ഞാൻ നോക്കിയപ്പോ കോണിപ്പടിയുടെ അടിയിൽ വരെ ടേബിൾ ഇട്ടിട്ട് അവിടെ ഒരാളിരിക്കുന്നു നിറയെ ഫയലുമായിട്ട്. ഈ ഒരു ഓഫീസിൽ എല്ലാ വർഷവും വന്നിട്ട് ഇത്രയും ഫയലുകളുടെ നമ്മൾ പേപ്പർലെസ് വേൾഡിലാണ്. ഇപ്പം ഞങ്ങളുടെ ഓഫീസ് 0 ഫയലാക്കി. ഞങ്ങൾ ആദ്യം ഒരു 8-10 വർഷം മുമ്പ് ഞാൻ തന്നെയാണ് ആദ്യം 24 ഫയൽസ് ആയിരുന്നു. ഓരോ സ്റ്റോറിലും ഇത്രയും ഫയലേ പാടുള്ളൂ. പിന്നെ അത് 10 ആക്കി, പിന്നെ അത് 5 ആക്കി, കഴിഞ്ഞ വർഷം 1 ഫയലാക്കി. ഇത്തവണ ഞങ്ങൾ 0 ഫയലാക്കി. പേപ്പർലെസ് വേൾഡ്, ആരും ഒന്നും പ്രിന്റ് ചെയ്യരുത്. പ്രിന്റ് ചെയ്യാതെ സേവ് ചെയ്യാനുള്ള ക്ലാസ്സും ട്രെയിനിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മള് എല്ലാ സിസ്റ്റവും ഓരോ ദിവസവും ഇനി എന്ത് പുതിയതായിട്ട് ചെയ്യാന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാം, എന്ത് തൊഴിൽ സമ്മർദ്ദം കൊണ്ട് ഒരു പെൺകുട്ടി മരിച്ചു വീണ സമയത്താണ് അതെ നമ്മൾ അതെ സംസാരിക്കുന്നത്. ഏണസ്റ്റ് ആൻഡ് അതെ യങ് പറയുന്നത് ഞാൻ അതെ എക്സ്പെക്ട് ചെയ്തിരുന്ന അവരുടെ തൊഴിൽ സാഹചര്യം കുറെ ബെറ്റർ ആണെന്നായിരുന്നു. ബ്രാൻഡ് അവരുടെ വാല്യൂ തൊഴിൽ വെച്ച്. സാഹചര്യം വേൾഡ് വൈഡ് കുറച്ച് ബെറ്റർ ആണ്. ഇതിനകത്തൊരു ഇന്ത്യൻനെസ് ഉണ്ട്, ഒരു ഇന്ത്യൻ മാനേജ്മെന്റിന്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഇന്ത്യയിലെ മാനേജേഴ്സ് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് ഇന്ത്യയിൽ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഇന്ത്യയിലെ മാനേജർ നമ്മൾ പുറത്തു പോകുമ്പോഴാണ് കുറച്ചുകൂടെ ഒക്കെ കാണുന്നത്. എനിക്ക് തോന്നുന്നു സുനിതയും കാനഡയും വന്നപ്പോൾ ഒരുപാട് കൾച്ചറൽ ഷോക്കുകൾ ഉണ്ടായിട്ടുണ്ടാവും. എനിക്കിവിടെ വന്ന ഒരുപാട് കൾച്ചറൽ ഷോക്കുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പകുതി കാര്യങ്ങൾ ഇവിടെ ഡേ ടു ഡേ ലൈഫിൽ നിന്ന് പഠിക്കുകയാണ്, കണ്ടിട്ട് ഇങ്ങനെ ചെയ്യാമല്ലോ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു സ്ഥാപനത്തിൽ പോകുമ്പോൾ കണ്ടിട്ട് പഠിക്കുകയാണ്. അല്ല, ഈ ഒരു ലൈഫ് പഠനം ഭയങ്കര ഈസി ആയിന്നാ എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നപ്പം. ഈ വളരെ പറഞ്ഞ ഈസി. പോലെ ഇങ്ങനെ നിർബന്ധം ഇങ്ങനെ അങ്ങനെ ഇല്ലല്ലോ. അതെ നിങ്ങൾ അതെ പറഞ്ഞ പോലെ അങ്ങനെയില്ല. നമ്മൾ രാവിലെ 6 കാര്യങ്ങൾ മണിക്ക് നടക്കണം. നമുക്ക് വേണമെങ്കിൽ പോയി നടക്കാൻ പോയിട്ട് വേണേ കാപ്പി കുടിക്കാം. അതെ, നമുക്കത് ഞങ്ങളുടെ പറ്റില്ല. ഓഫീസില് ലഞ്ച് കഴിഞ്ഞാല് പെൺപിള്ളേരെല്ലാം അതിന്റെ വെളിയിൽ ഇറങ്ങി റൗണ്ട് നടക്കുന്ന കാണാം. ആരും ചോദിക്കാറില്ല നിങ്ങളെന്താ നടക്കുന്നതെന്ന്. ഇവരുടെ വർക്ക് ഇവർ തിരിച്ചു വന്നിട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. ഈ ഒരു ഫ്രീഡം ഉണ്ട്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുന്നത്, ഇത്രയും വലിയ ജോലിയിലൊക്കെ ഇരിക്കുന്ന നീ ഫുൾ ടൈം ഫേസ്ബുക്കിൽ എങ്ങനെ ഇരിക്കുന്നു? ഇതിനൊക്കെ നമുക്ക് പറ്റും. ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ബൊറടിച്ചാൽ എനിക്ക് 2 കമന്റ്, ഒരു പോസ്റ്റ് ഇടാം. ഇതൊന്നും ആരും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മുടെ ക്രിയേറ്റിവിറ്റിയോ
നമ്മുടെ അങ്ങനെയുള്ള ജീവിതത്തിലെ ഒരു ഇന്റർവ്യൂസ്. ഹാപ്പിനെസ്സും ഈ ജോലിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പൊ ട്രാവൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്ന, മക്കളുടെ സ്കൂളിൽ പോകുക, അങ്ങനെ ഒന്നും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടില്ലേ? ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഖത്തറിലൊക്കെ വന്നിട്ട് വർക്ക് ലൈഫ് ബാലൻസ് അത് നമ്മുടെ ഒരു കീ ഫോക്കസ് ആണ്. അത് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. UAE-ലായിരുന്നപ്പം ഡെയിലി രാവിലെ 1 hour 1.5 hour ട്രാഫിക്കിൽ പോകുമായിരുന്നു. അല്ല, വർക്ക് ലൈഫ് ബാലൻസിനുള്ള ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ, ആളുകൾക്കൊന്ന് മനസ്സിലാവാൻ ആ വേണ്ടി? വർക്ക് ലൈഫ് ബാലൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ചെറിയ പ്രായത്തിൽ ഞാനും പഠിച്ചിരുന്നു വർക്ക് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്നാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്കാണ് ഇല്ല ലൈഫാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളത് മനസ്സിലാവുന്നത്. വർക്ക് എന്ന് പറയുന്നത് ലൈഫിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംഗതി മാത്രമാണെന്ന് മനസ്സിലാവുന്നത്. ഈ ഒരു തിരിച്ചറിവ് വളരെ പ്രധാനമാണ് ആക്ച്വലി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓഫീസിൽ വർക്ക് ലൈഫ് ബാലൻസ് മീറ്റ് ചെയ്യാനും മെന്റൽ പ്രഷർ ഒഴിവാക്കാനും ഒക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഞാൻ ഓഫീസിൽ ഒരു ചെറിയ ലൈബ്രറി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ അവിടെ ചെയ്ത്. അത്യാവശ്യം ആൾക്കാർക്ക് അതിനടുത്ത് സോഫയൊക്കെ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ അവിടെ വന്നിരുന്ന് വായിക്കാം. ഞങ്ങളുടെ ഓഫീസിൽ ഒരു ഗ്ലോബൽ ഏജൻസിയായിട്ട് ഞങ്ങൾക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ട്. ഹോൾ 50,000 എംപ്ലോയീസിനും അവരുടെ ഫാമിലിക്കും, അതായത് എന്റെ മോൾക്കോ മോനോ വേണമെങ്കിൽ ഒരു മെന്റൽ പ്രഷർ ഉണ്ടെങ്കിൽ വിളിക്കാൻ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. 24 hours ഉള്ള ഒരു മെന്റൽ ഹെൽത്ത് എക്സ്പേർട്സിന്റെ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഏത് സമയത്തും അവർക്ക് വിളിച്ചിട്ട് ഐ എം ഫീലിംഗ് ഡിപ്രസ്ഡ് എങ്ങനെയാന്ന് വെച്ചാൽ പ്രൊഫഷണൽസ് അഡ്വൈസ് കൊടുക്കും. ഫ്രീ സർവീസ് ആണ് ഞങ്ങളുടെ കമ്പനി എല്ലാ എംപ്ലോയീസിനും അവരുടെ ഫാമിലീസിനും കൂടെ കൊടുത്തിരിക്കാൻ. ലീഗൽ നമ്മളിപ്പോൾ ഒരു ഡൈവേഴ്സിറ്റി കൂടെ കടന്നു പോവാ, അപ്പൊ വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാം, ഹലോ ഞാൻ ഇങ്ങനെയാണ്, അപ്പൊ അവർ പറയും ഇങ്ങനെയൊക്കെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. അവര് കേസായിട്ട് എടുക്കത്തില്ല, അവര് ഗൈഡ് ചെയ്ത് തരും എങ്ങനെയുള്ള കാര്യങ്ങൾ. എന്ത് കാര്യങ്ങൾ അങ്ങനെ വിളിച്ചു ചോദിക്കാനുള്ള ഒരു 24 hours ഫോൺ നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ ഈ വിമൻ എംപവർമെന്റിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം അതിന്റെ ഭാഗമായിട്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിമൻ മാറ്റി നിർത്തപ്പെടുന്നു എന്ന് തോന്നിയാൽ അവർക്ക് വിളിച്ച് റിപ്പോർട്ട് ചെയ്യാനുള്ള നമ്പേഴ്സും ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഇതാണ്. നമ്മൾ പറഞ്ഞു വന്ന വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചാണ്. ഞാൻ UAE-ലായിരുന്നപ്പം രാവിലെ ട്രാഫിക്കിൽ 1.5 മണിക്കൂർ ഓഫീസിലേക്ക് പോകാൻ, വൈകിട്ട് തിരിച്ച് 5 മണി കഴിഞ്ഞാൽ 1.5 മണിക്കൂർ ഓഫീസിൽ കിടക്കുമായിരുന്നു. ഖത്തറിൽ വന്നപ്പം ട്രാഫിക് പ്രോബ്ലം ഇല്ല. ഈ വേൾഡ് കപ്പ് ഒക്കെ ഇവിടെ വന്നിട്ട് ഒരുപാട് റോഡ്സ് ഒരുപാട് ബ്രിഡ്ജസ് ഒക്കെ വന്നു. അപ്പോ 8 മണിക്ക് ഓഫീസിൽ എത്തണമെങ്കിൽ 7:45 ഇറങ്ങിയാൽ മതി എന്നുള്ള ഒരു ഇതാണ്. 5 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയാൽ 5:15 ഓഫീസിലെത്തും, വീട്ടിലെത്തും. അപ്പോ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. വൈഫായിട്ട് വൈകിട്ട് നടക്കാൻ പോവാം. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ കിട്ടുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആ 8 മണിക്കൂർ വർക്ക് ചെയ്യാവുന്നുള്ള അണ്ടർസ്റ്റാൻഡ് എങ്കിലും കുട്ടിക്ക് സംഭവിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ നോ പറയാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ ഒരു അവേഴ്സ് കഴിഞ്ഞ് എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ പഴയ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് തന്നെ ഞാൻ ഈ ഇടയ്ക്ക് എഴുതിയത് അതിനെ കുറിച്ച്. എനിക്ക് തന്നെ എൻ്റെ ഒരു ബോസ് ഒരിക്കൽ, ഞങ്ങളുടെ ഓഫീസ് അവേഴ്സ് 8 to 5 ആണ്. ഞാനൊരു 10-15 വർഷം മുമ്പുള്ള ഒരു സ്റ്റോറിയാണ് പറയുന്നത്. എൻ്റെ ഒരു ബോസ്, ഒരു ബ്രിട്ടീഷുകാരൻ, എനിക്ക് ഒരു മീറ്റിംഗ് അപ്പോയിന്റ്മെന്റ് തന്നത് 7 മണിക്കാണ്, ഒരു മന്ത്ലി ബിസിനസ് റിവ്യൂ. അപ്പോഴേ ഞാൻ അൺഹാപ്പി ആയിരുന്നു. എനിക്ക് എന്താ 7 മണിക്ക് അപ്പോയിന്റ് തന്നത്. ബാക്കി അന്ന് ഞാൻ ഏരിയ മാനേജറായിട്ട് വർക്ക് ചെയ്യാം. അന്ന് ബാക്കി എല്ലാവരും ബ്രിട്ടീഷുകാരാ, ഞാൻ മാത്രമാണ് ഒരു ഇന്ത്യൻ. അപ്പൊ എനിക്ക് ഇത് റേസിസം ആണോ എന്നൊക്കെ മനസ്സിലിങ്ങനെ നമുക്ക് സംശയം തോന്നും. ഞാൻ ഇതായതുകൊണ്ടല്ലേ എനിക്ക് ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. 7 മണിക്ക് അപ്പോയിന്റ്മെന്റിന് പോയി. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ 8 മണി. ഞങ്ങളുടെ മീറ്റിംഗ് തുടങ്ങുമ്പോഴത്തേക്ക് ഓഫീസിലെ ലൈറ്റ്സ് എല്ലാം ഓഫാണ്. ആരും എല്ലാവരും പോയി കഴിഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ 8 മണി കഴിഞ്ഞു. 8 മണി കഴിഞ്ഞ് അപ്പോഴും ഞാൻ ചെറിയൊരു ഇങ്ങനെ ഒരു സംശയം തോന്നിയെങ്കിലും ഞാൻ അസ്വസ്ഥനല്ല. ഇതൊക്കെ കഴിഞ്ഞ് 8 മണിക്ക് പോകാൻ നേരത്ത് ഈ പുള്ളി എന്നോട് പറഞ്ഞ്, നമ്മൾ സംസാരിച്ച ആക്ഷൻ പോയിന്റ്സ് ഒക്കെ ടൈപ്പ് ചെയ്ത് തന്നിട്ട് പൊയ്ക്കോളാൻ. അപ്പോഴത്തേക്ക് നമ്മളെ മലയാള ഭാഷയിൽ പറഞ്ഞ എന്റെ കുരുവട്ടി. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചേ ഇത് ശരിയല്ലല്ലോ. എന്നിട്ട് ഞാൻ അപ്പോഴൊന്നും പ്രതികരിച്ചില്ല. നമ്മൾ കോർപ്പറേറ്റ് വേൾഡിലൊക്കെ പഠിക്കുന്ന ഒരു കാര്യം, നമുക്ക് പ്രതികരിക്കാൻ തോന്നിയാൽ ഇച്ചിരി നേരം ഒന്ന് ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ നാളത്തേക്ക് പ്രതികരിച്ചാൽ നമ്മൾ പറയുന്ന സ്റ്റൈലൊക്കെ മാറും. നമ്മൾ പൊട്ടിത്തെറിക്കാതെ നമുക്ക് നല്ല രീതിയിൽ പറയാൻ പറ്റും. അത് ലൈഫിൽ ഞാൻ എപ്പോഴും പഠിച്ച ഒരു കാര്യമാണ്. കുറച്ചു നേരം 1 തൊട്ട് 10 വരെ മനസ്സിൽ എണ്ണിക്കഴിഞ്ഞാലേ അത് കഴിയുമ്പോൾ ഒരു സമാധാനമായിട്ട് ഇച്ചിരി കൂടെ നല്ല രീതിയിൽ ഇതേ കാര്യം നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു മെയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ഒരു മെയിൽ ഒരു പ്രഷറൈസ്ഡ് ഇതായിരിക്കും, ആരെങ്കിലും ബ്ലെയിം ചെയ്തുകൊണ്ട് ചിലപ്പോൾ എഴുതുന്നതായിരിക്കും. നമ്മൾ അപ്പോഴതിന് റിപ്ലൈ ചെയ്തുമ്പോഴത്തേക്ക് നമ്മളും ആ ലെവലിലേക്കായിരിക്കും റിപ്ലൈ ചെയ്യുന്നത്. ഇത് അഥവാ റിപ്ലൈ ചെയ്ത് ടൈപ്പ് ചെയ്ത് വെച്ചാലും സേവ് ചെയ്ത് അവിടെ വെച്ചിട്ട് പ്രസ് സെൻഡ് അടിക്കാതിരുന്നാൽ മതി. പിറ്റേന്ന് രാവിലെ വരുമ്പോൾ നമ്മുടെ മൂടേ മാറി. നമ്മൾ വിചാരിക്കും, എന്തിനാ ഞാൻ അയാളെ കണക്ക് ബിഹേവ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന റിപ്ലൈ അങ്ങനെ ആയിരിക്കത്തില്ല. അങ്ങനെ ഒരുപാട് പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഈ സാഹിബ് എന്നോട് 8 മണിക്ക് പറയാണ് നീ ഇത് ടൈപ്പ് ചെയ്ത് തന്നിട്ട് പൊയ്ക്കോളാൻ. എന്നിട്ട് പുള്ളി ബാഗ് കൊടുത്തങ്ങ് പോയി. അപ്പോഴത്തേക്ക് ഞാൻ ആകെ അപ്സെറ്റ് ആയി. ഇത് ശരിയല്ലല്ലോ, ദിസ് ഇസ് നോട്ട് റൈറ്റ്. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ലാപ്ടോപ്പ് ഒക്കെ പാക്ക് ചെയ്ത് വീട്ടിൽ പോയി. രാത്രി 9-9 ആയിക്കാണ് വീട്ടിലെത്തിയിട്ട്. പിറ്റേന്ന് അപ്പം
പുള്ളിക്ക് ഇത് വേണം. പുള്ളി അന്ന് ടെററാണ്. പുള്ളി പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. അതേണക്കുള്ള ആളാണ്. അപ്പൊ പുള്ളിക്ക് രാവിലെ വരുമ്പോൾ പുള്ളിയുടെ ലാപ്ടോപ്പിൽ ഇത് വേണം, ഇൻബോക്സിൽ റിപ്പോർട്ട് ഉണ്ടാവണം. ഞാൻ അയക്കുന്നില്ല എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ ഓഫീസിലെത്തി 8 മണിക്ക് പോയി. കുറെ കഴിഞ്ഞ് റിപ്ലൈ ഒന്ന് കാണാതെ പുള്ളി എന്നെ വിളിച്ചു. മിഥിലാജ്, എന്തായി, റിപ്ലൈ കണ്ടില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഐ നീഡ് ടു ടോക്ക് ടു യു എന്ന് പറഞ്ഞു. ഓക്കെ, ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. ഞാൻ പറഞ്ഞു ഇന്നലെ എനിക്ക് അപ്പോയിന്റ്മെന്റ് വന്നത് 7 മണിക്കാണ്. ദാറ്റ്സ് ഓക്കെ, ഫെയർ. എല്ലാവർക്കും നീ അപ്പോയിന്റ്മെന്റ് കൊടുത്തു വന്നപ്പോൾ ലാസ്റ്റ് സ്ലോട്ട് അതായിരിക്കാം. ഐ എം ഫൈൻ. 8 മണിക്ക് മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ എന്നോട് റിപ്പോർട്ട് ടൈപ്പ് ചെയ്ത് അയക്കാൻ പറഞ്ഞു. ദാറ്റ് വാസ് അൺഫെയർ. അത് അൺഫെയർ ആണ്. ഒരു എമർജൻസി സിറ്റുവേഷൻ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് വർക്ക് അവേഴ്സ് കഴിഞ്ഞ് എനിക്ക് അങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത്ര എമർജൻസി ആയിട്ട് ഇത് തരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഞാൻ ഇന്ന് തരും. എനിക്ക് ആക്ച്വലി അരമണിക്കൂർ കൊണ്ട് ടൈപ്പ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് തരാം. പുള്ളിക്ക് പെട്ടെന്ന് അത് മനസ്സിലായി. പുള്ളി ഐ ആം സോറി, ഐ അപ്പോളജൈസ് എന്ന് പറയും. നമുക്ക് ഇതേപോലെ പ്രൊഫഷണൽ ആയിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റണം. അത് ഓരോ ഇന്ത്യൻ വിഷയങ്ങൾ അല്ലാത്തോണ്ടായിരിക്കില്ലേ അയാൾക്ക് മനസ്സിലായത്? എങ്ങനെ ഇന്ത്യൻ ആയിരുന്നു അയാളെങ്കിൽ അയാൾക്ക് അത് മനസ്സിലാകുമായിരുന്നു. അയാൾ ഒരു ഇന്ത്യൻ. ഇന്ത്യക്കാർക്ക് ആ ഒരു മാനേജ്മെന്റ് സ്കില്ലിന്റെ കുറവുണ്ട്. ചെറിയൊരു ഡിഫൻസ് കൂടുതൽ. അപ്പൊ ഇച്ചിരി കൂടെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയേണ്ടി വരും ഇന്ത്യക്കാരനായ ഒരു മാനേജറിനോട്. നോ എന്നുള്ള അത് ഒരു തവണ ചിലപ്പോൾ അയാൾക്ക് മനസ്സിലാവത്തില്ലായിരിക്കും മാനേജർക്ക്. രണ്ടാമത് ചിലപ്പോൾ മനസ്സിലാവത്തില്ലായിരിക്കും. മൂന്നാമത്തെ തവണ ഇന്ത്യക്കാരനായ മാനേജർക്ക് പോലും മനസ്സിലാവും. കാര്യം അല്ലെങ്കിൽ കംപ്ലൈൻസ് പോകും. നമ്മുടെയൊക്കെ ഇതിൽ സിസ്റ്റത്തില് ഏതൊരു എംപ്ലോയിക്കും അനോണിമസ് ആയിട്ട് പോലും കംപ്ലൈന്റ് ചെയ്താൽ പോലും സിസ്റ്റം അത് അക്സെപ്റ്റ് ചെയ്യും. അനോണിമസ് ആയിട്ട് ഒരു എംപ്ലോയി എനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാണ്, മിഥിലാജ് ഇസ് അൺഫെയർ. അപ്പോൾ അവിടെ ഒരു HR ടീം അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. നമ്മളത് അറിയണമെന്നില്ല. രണ്ടാമതോ മൂന്നാമതോ ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മളവിടെ നമ്മുടെ കരിയറിൽ അത് ബാധിക്കും. മനസ്സിലായി? അപ്പം ഇന്ത്യയിൽ അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഉണ്ടാവണം. അപ്പൊ ഒരു മാനേജർ സ്ഥിരമായിട്ട് ആൾക്കാരുടെ അടുത്ത് എക്സ്ട്രാ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അനാവശ്യമായി ജോബ് ചെയ്യിപ്പിക്കുന്നു എന്നൊക്കെ ഉള്ളത്, പ്രഷറൈസ് ചെയ്യുന്നു എന്നുള്ളത് ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ഒരു സിസ്റ്റം അവിടെ വേണം. അതിന് അനോണിമസ് ആവാം, അല്ലെങ്കിൽ എംപ്ലോയിക്ക് ഡയറക്റ്റ് പേര് പറഞ്ഞ് വിളിക്കാനുള്ള സംവിധാനങ്ങളാവാം, ഇമെയിൽ ചെയ്ത് കംപ്ലൈന്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. ഒരു സെൻട്രൽ ഒരു മെയിലിലിട്ട് ഇന്ന മാനേജർ എന്നെ സ്ഥിരമായിട്ട് ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യിപ്പിക്കുന്നു എന്ന് പറയാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. ഇന്ത്യയിൽ ഈ സംവിധാനങ്ങളാണ് ലാക്ക് ചെയ്യുന്നത്. നമുക്ക് ആദ്യ സംവിധാനങ്ങളുണ്ടായി ഈ മാനേജേഴ്സ് എല്ലാം ലൈനിൽ വരും. അവർക്കറിയാം അവരെ കൈകാര്യം അത് ബുദ്ധിമുട്ടാവും എന്നുള്ളത്. ഇത് ഇന്ത്യയിലെ ഒരു വലിയ പ്രശ്നമാണ്. എന്റെ നീസസും നെഫ്യൂസും ഒക്കെ ഇതേപോലെ ഈ വഴിയിലോ അവിടെ ഇവിടെ ഒക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. രാത്രി 8 മണിക്കോ 9 മണിക്കോ വന്നിരുന്ന് വർക്ക് പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരെ എനിക്കറിയാം. എന്നെ വിളിക്കാറുണ്ട്. എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും, നീ നോ എന്ന് പറയൂ. അതെ, നോ പറഞ്ഞ് പഠിക്കും. അപ്പൊ ജോലി പോയാൽ പോട്ടെ. ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം ജോലി പോയാൽ പോട്ടെ. എന്നെ ഈ ഇടയ്ക്ക് എന്റെ ഒരു പരിചയക്കാരൻ വിളിച്ചു. വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. ഒരു 55 ആയി. ഇനി 5 വർഷം കഴിഞ്ഞാൽ റിട്ടയർ ആവണം. അപ്പൊ പുള്ളി പറയാം, ഭയങ്കര വർക്ക് പ്രഷർ. ഒരു അമേരിക്കൻ കമ്പനിയാണ്. അപ്പൊ പുള്ളിക്ക് പല രാജ്യങ്ങളിൽ നിന്ന് റിപ്പോർട്ട് വന്നാലേ ഇത് കോർഡിനേറ്റ് ചെയ്ത് പുള്ളിക്ക് സെൻട്രലിൽ കൊടുക്കാൻ പറ്റും. ഇപ്പൊ പോളണ്ടിൽ നിന്നും ബൾഗേറിയയിൽ നിന്നും ഒക്കെ വരണം. അപ്പൊ അവരാരും കൊടുക്കുന്നില്ല. അവിടെയൊക്കെ വേറൊരു വർക്ക് കൾച്ചറാണ്. പക്ഷെ പുള്ളിക്ക് ഭയങ്കര പ്രഷറാണ്. ഫൈനാൻസിലാണ് വർക്ക് ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. പുള്ളി പറയുന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മറ്റവർ തരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അവര് തരുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഇവിടെ പറയണം. അല്ല, അത് പറഞ്ഞാൽ പറ്റത്തില്ല, ഞാൻ അത് റിപ്പോർട്ട് കൊടുക്കണം. വർക്ക് പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ജോലി പോയാൽ എന്ത് ചെയ്യും? ഞാൻ പറയും, ജോലി പോയാലൊന്നുമില്ല. നാട്ടിൽ റേഷൻ ആയിരിക്കും ഇപ്പോഴും 5 കിലോ ആയിരിക്കും 55 രൂപ ഉള്ളൂ. നാട്ടിൽ പോയാൽ സുഖമായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞു. ഈ ഒരു കോൺഫിഡൻസ് വേണം. ഇതില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും. നമ്മൾ ആരും ഈ ഒരു ജോലി കണ്ടിട്ടൊന്നും വന്നവരല്ലല്ലോ. നമ്മളെ കരിയർ പലപ്പോഴും നമ്മൾ ചൂസ് ചെയ്ത രീതിയിലും അല്ല വന്നത്. ചിലപ്പോൾ ചൂസ് ചെയ്ത രീതിയിലായിരിക്കും അവിടുന്ന് ഡെവലപ്പായി പല പല മാർഗങ്ങളിൽ പോയിട്ടുണ്ടാവും. അപ്പോ ഇതല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ, വാകീറിയ ദൈവം ഇരയും നൽകും എന്ന് പറയുന്ന കണക്ക് വിചാരിച്ചു പോണം. ഈ ജോലി ഇല്ലെങ്കിൽ വേറൊരു ജോലി. ആ ഒരു കോൺഫിഡൻസ് എല്ലാവർക്കും വേണം. ജോലിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റാറ്റസോ സൊസൈറ്റി എന്ത് കരുതും, മറ്റുള്ളവർ എന്ത് കരുതും, ഇതൊക്കെ കളയണം. ഇതൊക്കെ കളഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ആൾക്കാർ എന്ത് കരുതും എന്നുള്ളത് ഒരു വിഷയമേ ആകരുത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നീ എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തത്, ഇപ്പോഴും കുട്ടികളായില്ലേ, ഇതൊക്കെ വളരെ കോമൺ ക്വസ്റ്റ്യനാ. നമ്മൾ വേറൊരു വിഷയമുണ്ട് കേട്ടോ. നമ്മളിപ്പം ഞാനൊക്കെ ഇതിൽ ഭയങ്കര അവെയറാണ്. അപ്പം കുട്ടികളില്ലാത്ത ഒരു കപ്പിളിനെ കണ്ടാൽ ഞാൻ ചോദിക്കത്തില്ല. അപ്പൊ ആരെങ്കിലും എന്നോട് പറയും, നീ അത് ചോദിച്ചാത്ത മോശമായി പോയി, നീ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വാല്യൂ സിസ്റ്റത്തിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. നീ മാത്രമേ ഉള്ളൂ ഈ ചോദിക്കത്ത വാല്യൂ ഞങ്ങൾക്ക്. സിസ്റ്റം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാനലിൽ അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സംസാരിക്കാനോ ഒന്നിച്ച് ഫുഡ് കഴിക്കാനോ ഒന്നും പാടില്ല. അവിടെ ജോയിൻ ചെയ്യുന്ന പെൺകുട്ടികൾക്ക് ആദ്യം കൊടുക്കുന്ന താക്കീത് ഇതാണ്: നിങ്ങൾ പുരുഷന്മാരുടെ ഇടപെടരുതെന്ന്. അപ്പൊ ഈ 3000 തൊഴിലാളികൾ, അത് 39 രാജ്യത്തുള്ള അവരുടെ
കൾച്ചറൽ എന്ന് പറയുന്നത് വളരെ വ്യത്യാസമാണ്. അത് ജോലിയെ ബാധിക്കാത്ത ഏത് രീതിയിലാണ് ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എങ്ങനെ എന്താണ് അതിലെടുക്കുന്ന നിലപാട് എന്താ? ഇതൊന്നും നമ്മൾ നിലപാടെടുക്കേണ്ട വിഷയമേ ഇല്ല. അതൊക്കെ സ്വതന്ത്രമായി വിടുക. അതെങ്ങനെ സ്വതന്ത്രമായി ഡെവലപ്പായി സ്വതന്ത്രമായി ഫ്ലോ ആവുന്നു അങ്ങനെ ഫ്ലോ ആകട്ടെ. അതിലൊന്നും നമ്മൾ ഇടപെടേണ്ട വിശേഷങ്ങളില്ല. അവർക്ക് ജോലി കഴിഞ്ഞ് ആരുമായിട്ട് സൗഹൃദമാവാം, ആരുമായിട്ടും പുറത്തു പോകാം, ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം, ആരെ വേണമെങ്കിലും ഡിവോഴ്സ് ചെയ്യാം. ഇതൊന്നും നമ്മുടെ വിഷയങ്ങളല്ല. ഇത് കമ്പനിക്ക് ഇത് അകത്താകുമ്പോൾ പ്രശ്നമുണ്ടോ? സ്ഥാപനത്തിനകത്തുള്ളവർ തമ്മിലാവുമ്പോൾ ഇല്ല, ഒരു വിഷയവുമില്ല. ഇതിനകത്ത് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് രണ്ടിലുള്ള ഒരു പാർട്ടി നമ്മുടെ സ്ഥാപനത്തില് രണ്ട് പേര് തമ്മിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരേ ഡിവിഷനിലാണെങ്കിൽ നമ്മൾ അറിയിക്കണമെന്നൊരു നിയമമുണ്ട്. ഒരേ ഡിവിഷനിലാണെങ്കിൽ കഴിച്ച എന്തെങ്കിലും ഒരു ഓപ്പോസിറ്റ് ഇൻട്രസ്റ്റ് വരുന്ന ഇതാണെങ്കിൽ നമ്മൾ വേറൊരു ഡിവിഷനിലേക്ക് മാറ്റും. അങ്ങനെ അറിയിച്ചില്ലെങ്കിൽ ഒരു മോശമായ ഒരു കാര്യമായിട്ട് കാണും. അത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അവരുടെ ഇൻഡിവിജ്വൽ ഇതാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, ഇപ്പൊ തന്നെ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ആക്ച്വലി ചിലപ്പോ എംപ്ലോയീസ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ പോലീസിൽ പിടിച്ചു, നമ്മൾ എന്തിനാ പിടിച്ചതെന്നുള്ളത് നമ്മൾ അന്വേഷിക്കാറില്ല. നമ്മൾ അവരെ എങ്ങനെ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അവരുടെ ഡിസിഷൻ, അവർക്ക് നാട്ടിൽ പോകണമെങ്കിൽ നാട്ടിൽ പോകാം, ഇവിടെ നിൽക്കണമെങ്കിൽ ഇവിടെ നിൽക്കാം. അതൊക്കെ അവരുടേതായ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാറില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ഒരു വേൾഡ് ആണ്. നമ്മൾ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ ഉള്ളതുപോലെ തന്നെ ഒരു ഫ്രീ വേൾഡ് തന്നെയാണ് ഇവിടെയും. ഓഫീസിലൊക്കെ എല്ലാവരും ഒരുമിച്ച് വരിക, ഒരുമിച്ച് ഭയങ്കര സൗഹൃദമാണ്. ആരോ സ്ത്രീ പുരുഷ വ്യത്യാസം ഫീൽ ചെയ്യാറേ ഇല്ല. നമ്മളൊക്കെ തോളിൽ തട്ടിയും വളരെ കൂട്ടുകാരെ കണക്കാണ് സ്ത്രീകളും പുരുഷരും ഒക്കെ. ഞാൻ സ്ത്രീകളുമായിട്ട് ഒറ്റയ്ക്ക് എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ഉണ്ട്. ഒരു സ്ത്രീയും ഞാനും മാത്രമായിട്ട് അങ്ങനെ ഒരു ഹോട്ടലിൽ അപ്പുറത്തെ റൂമിൽ ഇപ്പുറത്തെ റൂമിലായിട്ട് നമുക്ക് എന്റെ റൂമിൽ വന്ന് മണിക്കൂറുകളോളം എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന സ്ത്രീകളുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇത് എന്റെ റൂമിൽ ഇരിക്കുക, ഇതൊരു ഇരയാണ്, ചാടി വീഴാമെന്ന് എനിക്ക് തോന്നാറില്ല. അത് നാട്ടിൽ നിന്നുള്ള ഒരു തോന്നല. ഈ തോന്നലൊക്കെ നമ്മൾ എവിടെയോ ഒരിക്കലും ഉപേക്ഷിക്കും. മനസ്സിലായില്ലേ? നമ്മൾ ഉപേക്ഷിക്കും മണിക്കൂറോളം. നമ്മ റൂമിൽ വന്നിരുന്ന് നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കാൻ രണ്ട് ഇൻഡിവിജ്വലാ. ഒരു പുരുഷൻ വന്നിരുന്നാൽ തോന്നുന്നു ഇല്ലല്ലോ. ഇത് പുതിയ സൊസൈറ്റിക്ക് മനസ്സിലായിട്ടുണ്ട്, പുതിയ തലമുറയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. എന്റെ മക്കളൊക്കെ എനിക്ക് തോന്നാറുണ്ട് എന്നെക്കാൾ അഡ്വാൻസ്ഡാ. എന്റെ മോള് എന്നോട് കഴിഞ്ഞ ആഴ്ച വന്നൊരു ഫേവർ ചോദിച്ചു. H&M അടുത്ത ഫാഷൻ ഷോ വരുമ്പോ അതിലെ റാംബോ ഒക്കെ മോഡലായിട്ട് എന്നെയും കൂടെ ഒന്ന് നടത്തിക്കാവുന്നു. ഇതിനു മുമ്പ് 2-3 തവണ ചോദിച്ചു. അപ്പൊ ഞാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞു വഴി. അപ്പൊ ഇത്തവണ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ ചെയ്യാം, ഞാൻ അതിന്റെ ആൾക്കാരോട് പറയാമെന്ന് പറഞ്ഞു. ചെയ്യാമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പുള്ളിക്കാരി എന്നോട് പറഞ്ഞ ആദ്യത്തെ ഡയലോഗ് എന്താ അറിയോ? ഇത് നെപ്പോട്ടിസം അല്ലേ? മോൾ എന്നോട് ചോദിക്കുക, ഞാനൊരു ഫേവർ ചെയ്ത് കൊടുക്കാന്ന് പറയുമ്പോ ഇത് നെപ്പോട്ടിസം ആണ്. നമ്മൾ നെപ്പോട്ടിസം എന്ന് പറഞ്ഞുള്ള വേർഡ് പഠിക്കുന്നത് ഈ അടുത്ത കാലത്താണ്. ഈ പുതിയ ജനറേഷൻ ഇതറിയാം. ഇന്നലെ എന്റെ മോൻ ഇവിടെ ഇരുന്ന് ഓൺലൈനിൽ കളിക്കുക ഒരു സുഹൃത്തായിട്ട്. മോൻ 6ാം ക്ലാസ്സിൽ പഠിക്കുക. എന്തോ പറയുന്നുണ്ടെ ഞാൻ അവിടെ സോഫയിലിരുന്ന് ഞാൻ കേട്ടത് ഇവൻ ഫ്രണ്ടിനോട് പറയാ, സ്റ്റോപ്പ് ദാറ്റ്സ് ബുള്ളിങ്. നമുക്ക് നമ്മുടെ പ്രായത്തിൽ ഇത് ബുള്ളിങ് ആണെന്ന് അറിയത്തില്ലായിരുന്നു. എന്തോ പറഞ്ഞപ്പോ അവൻ അത് ബുള്ളിങ് ആണെന്ന് അവർക്കറിയാം. അപ്പൊ അവർക്ക് ഈ ബോർഡർ ലൈനൊക്കെ അറിയാം. ഇവർക്ക് ഈ ജെൻഡർ വ്യത്യാസങ്ങളൊന്നും ഇല്ല. എന്റെ മോളൊക്കെ ബോയ്സ് ഫ്രണ്ട്സുമായിട്ട് എല്ലായിടും പുറത്തൊക്കെ പോകാറുണ്ട്, കറങ്ങാറുണ്ട്. സന്ധ്യക്ക് ഞാനൊരിക്കൽ ഒരു മെട്രോ സ്റ്റേഷനിൽ വന്നു. അപ്പൊ മോളും ഒരു 3-4 ബോയ്സും മനസ്സിൽ ഞാൻ ആദ്യം ഒന്നും ഞെട്ടിടാ, വലിയ മീശയും തടിയൊക്കെ ഉള്ള ബോയ്സ് ഒക്കെ ആയിട്ട് അവരെല്ലാം ഹായ് അങ്കിൾ എന്ന് പറഞ്ഞ് നമ്മൾ മീറ്റ് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലാണ് നമുക്ക് ഇതൊക്കെ എന്തൊക്കെയോ ഒരു ഇതായിട്ട് തോന്നുന്നത്. ആ ഒരു കൾച്ചറൽ ഇത് മാറിയേ തീരൂ. അങ്ങനെ സഹകരിച്ച് വളരുന്ന ഒരു തലമുറയ്ക്ക് ഇത് ഇങ്ങനെയുള്ള അനാവശ്യമായ സദാചാര തോന്നലുകളൊന്നും ഉണ്ടാവാറില്ല. അവർക്ക് അനാവശ്യമായ അങ്ങനെയുള്ള തോട്ട്സും ഉണ്ടാവാറില്ല. നമ്മൾ സഹകരിക്കാതെ ഓപ്പൺ അല്ലാതെ വ്യത്യസ്തമായിട്ട് നിങ്ങൾ രണ്ടുപേരും എന്തോ രണ്ട് വ്യത്യസ്ത ജീവികളാന്ന് പറഞ്ഞ് വളർത്തുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അത് നമ്മുടെ ആ വളർത്തുന്ന രീതി മാറുമ്പോഴത്തേക്ക് ലോകം കുറച്ചുകൂടെ മനോഹരമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് കുടിച്ച് കുടുംബം, ഫാമിലി, SFI, പഴയ SFI ഒക്കെ പറയാം. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത്. ഓക്കെ.